അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിലെ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ മേരി സരോജം ആണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് അവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ മേരി സരോജം ആൻറ്റിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് പാസ്റ്റർ. അരോമ ടി വി എന്നെ സാക്ഷി പറയുവാൻ ഒരവസരം തന്ന കർത്താവിന്റെ അടിപ്പെട്ട ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ അന്ന് ഗുജറാത്ത് അവർക്കും കുടുംബത്തിനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അരോമ ടി വി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഈ അരോമ ടി വിയിലെ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എന്റെ പേര് മേരി സരോജം എന്നാണ്. ഞാൻ ഇപ്പോൾ ഇടുക്കി ജില്ലയില് കട്ടപ്പന നരിയമ്പാറ എന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് ഈ ഭവനത്തിൽ താമസിക്കുന്നത്. എനിക്ക് 2 മക്കളുണ്ട്. ഒരു മകളും ഒരു മകനുമാണ്. എന്റെ മകൾ കുടുംബം 2 പേരും കുടുംബമായി താമസിക്കുന്നു. മകൾക്ക് 3 മക്കളുണ്ട്. മരുമകന്റെ പേര് സുരേഷ് എന്നാണ്. മകളുടെ പേര് സജിത. 3 മക്കൾ. എഡ്വിൻ KS +2 കഴിഞ്ഞ്. രണ്ടാമത്തെ മോൻ ആൽബിൻ KS 10ാം ക്ലാസ് കഴിഞ്ഞു. 3ാമത്തെ മോൻ മെൽവിൻ KS 8ാം ക്ലാസ്സിൽ ഇപ്പൊ പഠിക്കുന്നു. മോൻ സജി വിരാജൻ, മരുമകൾ മോള് ശ്രുതി പരിയാറ്റവും. 2 കുഞ്ഞുങ്ങള് ആൺപിള്ളേരാണ്. നെഹമ്യ ക്രിസ് സജി, എബ്രിൻ തീമത്തിയോസ് സജി. അവര് ഇപ്പോൾ UK-യിലാണ്. ഇതാണ് എന്റെ കുടുംബം. ഭർത്താവ് മരിച്ചുപോയി. എന്റെ കുടുംബം. പിന്നെ ഞാന് ജനിച്ചു വളർന്നത് ഇടുക്കി തിരുവനന്തപുരം ജില്ലയില് നെയ്യാറ്റിൻകര താലൂക്ക് മീനച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. ഞങ്ങള് അപ്പനും അമ്മയും 9 മക്കളുമാണ്. എന്റെ അപ്പന്റെ പേര് ദാസർ ജോസഫ്, അമ്മയുടെ പേര് അന്നമ്മ ദാസർ. ഞാൻ 4ാമത്തെ മകളായിട്ടാണ് ഞാൻ ജനിച്ചത്. ഞങ്ങൾ 6 സഹോദരന്മാരും 3 സഹോദരിമാരുമാണ്. അപ്പൻ ഒരാളായിരുന്നു, ഒരു മകനായിരുന്നു അപ്പനും അമ്മയ്ക്കും. ചെറുപ്പത്തിലെ അപ്പന്റെ അമ്മയും അപ്പനും മരിച്ചുപോയി. അമ്മയാണെങ്കിൽ 4 സഹോദരങ്ങളാണ്. അമ്മയ്ക്ക് 1 സഹോദരനും 3 സഹോദരിമാരും. അമ്മയുടെ അപ്പനും അമ്മയും ചെറുപ്പത്തിലെ മരിച്ച്. അവർക്ക് പഠിക്കാനുള്ള സാഹചര്യം ഒന്നും ഉണ്ടായില്ല. അവര് ഒത്തിരി കഷ്ടപ്പെട്ടാണ് അവര് വളർന്നത്. എന്നിട്ട് ഞങ്ങളെ 9 മക്കളില് ഞങ്ങള് തീരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് ജീവിച്ചത്. അപ്പൊ അപ്പന് TV എന്ന അസുഖമായിരുന്നു. ആരംഭത്തില് കുറെ കാലം അസുഖമായിരുന്നു. ചുമയും ഇതിങ്ങനെ ഉണ്ടായിരുന്നു. ചികിത്സ ചെയ്ത് അത് ഭേദമായി. എന്നാൽ അപ്പൻ ചെറിയ ജോലികളൊക്കെ ചെയ്ത് മക്കളെ വളർത്തി. ഞങ്ങളുടെ 9 മക്കളും വലിയ ഒത്തിരി പഠനമുള്ള മക്കളൊന്നും അല്ല. 7ാം ക്ലാസ്സും 5ാം ക്ലാസ്സും 4ാം ക്ലാസ്സും ഒക്കെ പഠിത്തം ഉണ്ടായിരുന്നു. ഞാൻ മാത്രം 10ാം ക്ലാസ് വരെ പഠിച്ചു. അതെങ്ങനെ പഠിച്ചെന്ന് ഇപ്പോഴും ഓർക്കുമ്പോഴെനിക്ക് അറിയത്തില്ല. അതുപോലെ കഷ്ടതയിൽ കൂടിയാണ്. ഞങ്ങൾക്ക് ഒരു ചെരുപ്പോ ഒരു കുടയോ ഒരു ബാഗോ അങ്ങനെ ഒന്നും വാങ്ങുവാനുള്ള കഴിവ് എൻ്റെ അപ്പനും അമ്മയ്ക്കും ഒന്നും ഇല്ലായിരുന്നു. എന്നാല് ഞങ്ങളെ ദൈവം നടത്തി. ഞങ്ങൾ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. ഞങ്ങള് എല്ലാ കാര്യങ്ങൾക്കും പള്ളിയിൽ അമ്മയാണേലും അപ്പനും ഞങ്ങൾ എല്ലാവരും നല്ല സന്തോഷത്തോടെ ജീവിച്ച ഒരു കുടുംബമായിരുന്നു. ഞങ്ങൾക്ക് നല്ല വസ്ത്രമോ ഭക്ഷണമോ ഒന്നും ഞങ്ങൾ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് ഉണ്ടാകാൻ സാധിച്ചില്ല. എന്നാല് ഉച്ചയ്ക്കാണേലും ചിലപ്പോൾ ഒന്നും കാണുകയില്ല. രാവിലെ സ്കൂളിൽ പോകുമ്പോഴും ഒന്നും കഴിക്കാനൊന്നും ഇല്ലാതെ അമ്മ ചെറിയൊരു സ്വയം തൊഴിൽ ചെയ്താണ് ഞങ്ങളെ വളർത്തിയത്. അമ്മയുടെ കൂടെ ആ എല്ലാത്തിനും വളർന്ന സഹോദരങ്ങൾ പോകും. എന്നാല് മൂത്ത സഹോദരങ്ങൾ വളർന്നു കഴിയുമ്പോൾ അവർ ഓരോ ജോലിക്ക് അവരങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ അങ്ങ് ജോലിക്ക് പോകുമായിരുന്നു. എന്നാൽ ഞങ്ങളെ ചെറുപ്പത്തിൽ ഒത്തിരി കഷ്ടതയിൽ കൂടിയാണ് പോയത്. അപ്പൊ ഞങ്ങൾക്ക് ഒരു നല്ല പുതിയ ഡ്രസ്സ് കിട്ടുന്നത്
ആ സമയത്താണ്. ഞങ്ങൾക്ക് ഓണം, ക്രിസ്മസ്, ഈസ്റ്റർ നല്ലൊരു ആഘോഷമുള്ള ഒരു ദിവസമാണ്. അന്നേരം വയറു നിറയെ ഭക്ഷണമുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് നല്ല ഒരു അനുഗ്രഹമാണ്, നല്ല സന്തോഷം. ഒത്തിരി കൂട്ടുകാർ കൂടും, പിന്നെ പള്ളിയിൽ പോകും, പള്ളിയിലെ കാര്യങ്ങൾ മിഷനിൽ ഇത് യുവദീപ്തി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ആക്റ്റീവായിട്ട് നിൽക്കും. കുർബാന അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞങ്ങളുടെ ഇടവക പള്ളി ഡാലുമുഖം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെയാണ് ഞങ്ങൾ സ്കൂളിൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ചത്. അപ്പൊ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഉപ്പുമാവ് കിട്ടും. അപ്പൊ അതൊരു ആശ്വാസമായിരുന്നു. എന്നാല് ഞങ്ങള് ഈ ജൂലൈ ഓഗസ്റ്റ് സമയമാകുമ്പോൾ റബ്ബർ പൊട്ടി വീഴുന്ന സമയമുണ്ട്. അതെല്ലാം ഞങ്ങൾ ചെന്ന് കൂട്ടുകാർ കൂടി പെറുക്കാൻ പോകും. സ്കൂളിൽ അവധിയില്ലാത്ത ദിവസം എല്ലാ ദിവസവും സ്കൂളിൽ പോകാനുള്ള സാഹചര്യമൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. കുഞ്ഞു പിള്ളേര്, എന്റെ ഇളയ പിള്ളേർ 5 പേരുണ്ടായിരുന്നു. അവരെ അമ്മ പ്രസവിച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് നോക്കണം. അമ്മയ്ക്ക് പണി ജോലിക്കൊക്കെ തൊഴിലിന് പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ അമ്മ ഇങ്ങനെ കുഞ്ഞുങ്ങളെ നോക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ സ്കൂളിൽ എല്ലാ ദിവസവും സ്കൂളിൽ പോകാൻ സാധിച്ചിട്ടില്ല. അന്നേരം അധ്യാപകർക്കെല്ലാം ഞങ്ങളുടെ സാഹചര്യം അറിയാന്നുള്ളത് കൊണ്ട് ഞങ്ങളെ അടിക്കുകയൊന്നുമില്ല. ഇന്നലെ വരാത്ത എന്നാന്ന് ചോദിക്കും, എല്ലാവരെയും അടിക്കും, എന്നെ അടിക്കാതെ മാറ്റി നിർത്തും. ഞങ്ങൾ അങ്ങനെ വളർന്ന് 10ാം ക്ലാസ് വരെ പഠിച്ചു. 7ാം ക്ലാസ്സിൽ 3 വയസ്സുള്ളപ്പോൾ ഞാനൊന്ന് വീഴുവാനിടയായി. ഒരു ജനലിൽ പിടിച്ച് കളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ വീഴുന്നത്. വീണ് എന്റെ മൂക്കിന്റെ ഇവിടെ ഒരു പാടുണ്ട്. അത് ഒത്തിരി കീറിയ ഒരു പാടായിരുന്നു. അത് വീണ് അന്ന് മരിച്ചു പോകേണ്ടതായിരുന്നു. ഒത്തിരി ബ്ലഡും എല്ലാം അന്ന് ആശുപത്രിയിലൊന്നും കൊണ്ടുപോയില്ല. ഏതാണ്ട് അന്ന് പച്ചില മരുന്നെല്ലാം വെച്ച് കെട്ടി അന്ന് അങ്ങനെ എനിക്ക് കുറെ നാളിങ്ങനെ കെട്ടി വെച്ചോണ്ടിരുന്ന് അതിൽ നിന്നെല്ലാം ദൈവം വിടുവിച്ച് യഹോവ ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും. രക്ഷയുടെ പാനപാത്രം എടുത്ത് സകല ജനവും കാണുക ഞാൻ എന്റെ നേർച്ചകളെ കഴിക്കുമെന്ന് ആ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ദൈവം ഓരോ ദിവസങ്ങളിൽ നടത്തുന്ന വിധങ്ങൾ ഓർത്ത മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് യഹോവയ്ക്കുള്ളതാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് പോലെ ഓരോ ദിവസവും മരണത്തിലുള്ള നീക്കുപോക്ക് തന്ന് ദൈവം ഓരോ ദിവസങ്ങളിൽ നടത്തിയ വിധങ്ങൾ ഓർത്താൽ ഇപ്പോൾ എത്ര സ്തുതിച്ചാലും ദൈവത്തിന് എത്ര മഹത്വം കൊടുത്താലും മതി വരികയില്ല. എന്നാൽ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് എന്റെ 2 ഒരു സഹോദരനും ഒരു സഹോദരിക്കും ചൂടുപനി ഉണ്ടായിട്ട് എനിക്ക് ന്യൂമോണിയ അങ്ങ് കൂടി രോഗക്കിടക്കയിലായി. എന്റെ നേരെയുള്ള സഹോദരന് ദേഹം മൊത്തം ചൊറിയായി. ഇളയ ഒരു 3ാമത്തെ ആ സഹോദരിക്കാണെങ്കിൽ ന്യൂമോണിയ ആരംഭം. ഇങ്ങനെ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് അന്നത്തെ കാലത്ത് മരുന്നോ ഒന്നുമില്ല, അന്ന് പഥ്യമാണ്, ഒന്നും കഴിക്കാം. ആ സമയത്തായിരുന്നു എന്റെ ചേച്ചിയുടെ വിവാഹം. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചേച്ചിയുടെ വിവാഹം സമയത്ത് ഞങ്ങൾക്ക് ആ വിവാഹത്തിന് കൂടുവാനോ അവിടെ നിന്ന് ഒരു ഭക്ഷണം കഴിക്കാനോ ഒന്നും, ഒരു പപ്പടം പോലും ഞങ്ങൾക്ക് അന്ന് കിട്ടിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. എന്നാല് അവിടെ നിന്ന് ദൈവം വിടുവിച്ച് 8ാം ക്ലാസ്സിൽ അപ്പോൾ എനിക്ക് ഒത്തിരി മുടി ഉണ്ടായിരുന്നു. മുടി മൊത്തം ജടയായി. അങ്ങനെ അതെല്ലാം വെട്ടി. അത് കഴിഞ്ഞിട്ട് എന്നെ 8ാം ക്ലാസ്സിൽ ഒത്തിരി അകലെ ഒരു 10-15 കിലോമീറ്റർ അകലെ കാരക്കുന്ന് എന്ന് പറഞ്ഞ ആ സ്കൂളിലാണ് എന്നെ കൊണ്ട് ചേർക്കുവാനിടയായി. ഞങ്ങളവിടെ ഒത്തിരി കൂട്ടുകാരൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോകും. നടന്നാ പോകുന്നത്. വല്ല കടുവിലും ഒരു ദിവസം സ്കൂൾ ബസ്സിന് പോകും. അതും 3 കിലോമീറ്റർ നടന്നു കഴിഞ്ഞിട്ടാണ് ബസ്സിന് പോകാനുള്ള ബസ്സുള്ളത്. ഞങ്ങളുടെ വീട് മെയിൻ റോഡ് സൈഡ് ആണെങ്കിലും അങ്ങോട്ട് ഞങ്ങളുടെ സ്കൂളിൽ പോകുന്ന ആ വഴിക്കുള്ള ബസ്സില്ല. നെയ്യാറ്റിൻകര വെള്ളറട ബസ്, നെയ്യാറ്റിൻകര അങ്ങനെയൊക്കെയുള്ള ബസ്സേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ അങ്ങനെ നടന്നു പോകും. അങ്ങോട്ട് 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാല് 9:45 സ്കൂളിൽ ചെല്ലാൻ ഇടയാവുള്ളൂ. അതുപോലെ ദൂരമാണ്. ഓടി 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 മടുക്കും. 2-3 അടുത്തുനിന്ന് വെള്ളം കുടിക്കും. തിരിച്ചു വരുമ്പോഴും അങ്ങനെ തന്നെ 5:30 വീട്ടിൽ വരുമ്പോ. അങ്ങനെ ഉച്ചയ്ക്കും ഭക്ഷണമില്ല. ദൈവം എന്ത് ബലം തന്ന് ദൈവം നടത്തി. അങ്ങനെ അന്നൊക്കെ ഭക്ഷണം ഇല്ലാതെ ദൈവം ബലത്തോടെ ഓടുവാൻ, മാനിനെ പോലെ ഓടുവാനുള്ള ബലം അന്ന് ദൈവം എനിക്ക് തന്നു. എന്നാലേ 10ാം ക്ലാസ് വരെ പഠിച്ചു. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഇടവക പള്ളിയിൽ MCH എന്നുള്ള ഒരു സംഘടനയുണ്ട്. അവിടെ എനിക്കൊരു ജോലി ലഭിക്കുവാൻ ഇടയായി. ആ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ നിന്ന് 2 ബ്രാഞ്ച് പള്ളിയുണ്ട്. പച്ചക്കാട് എന്ന് പറഞ്ഞ്, കന്യാകുളി എന്ന് പറഞ്ഞ്. അവിടെ പച്ചക്കാട് പള്ളിയിൽ ഞങ്ങൾക്ക് ഒരു നഴ്സറി സ്കൂൾ ഉണ്ടായിരുന്നു. ആ നഴ്സറി സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചറിന് വിവാഹമായി. ടീച്ചർ പോയപ്പോൾ ആ ജോലി എനിക്ക് തരുവാനിടയായി. എന്നാൽ എനിക്കൊന്നും അറിയത്തില്ല, എങ്ങനെ കുഞ്ഞുങ്ങളെ നോക്കണമെന്നോ ഒന്നും അറിയത്തില്ല. കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കണം. ദൈവം അവിടെ എല്ലാം
ശക്തമായി ദൈവം എന്നെ കരങ്ങളിലെടുത്തു. എന്നാലും എനിക്ക് അന്ന് ഒരു പാട്ട് ഒരു പ്രാവശ്യം കേട്ടാ മതി, അത് ഒരു ഡാൻസ് ഒരു പ്രാവശ്യം കണ്ടാ മതി, അതുപോലെ ഞാൻ അത് ചെയ്യും. അത് വന്ന് ബാലരമയിലും പൂമ്പാറ്റയിലുള്ള കഥകളും പാട്ടുകളെല്ലാം പഠിച്ച് പിള്ളേരെ പഠിപ്പിക്കും. അങ്ങനെ പിള്ളേർ ഒത്തിരി കൂടുവാനിടയായി. ഓരോ വർഷം കൂടുന്തോറും 60, അങ്ങനെ പിള്ളേര് ഓരോ അഡ്മിഷൻ എടുക്കും. ലാസ്റ്റ് മാർച്ച് ആകുമ്പോൾ 45 പിള്ളേര് വരെ കാണും. അപ്പൊ രോഗിയായിട്ടൊക്കെ അങ്ങനെ മാറുന്ന ഒരവസരം ഉണ്ടായിരുന്നു. 3 വർഷം എനിക്ക് അങ്ങനെ പഠിപ്പിക്കുവാനിടയായി. എന്നാലും ഞങ്ങളുടെ സ്കൂളിൽ, ഞങ്ങളുടെ നഴ്സറിയിൽ ഒത്തിരി പിള്ളേർ വരാൻ തുടങ്ങിയപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് തന്നെ ട്രെയിനിങ്ങിന് അച്ഛനും സിസ്റ്റർമാരും വിട്ടു. അങ്ങനെ നല്ല ആക്റ്റീവായിട്ട് മുമ്പോട്ട് പോയി. അങ്ങനെ പോയപ്പം ബാലവാടി, അടുത്തൊരു ബാലവാടി ഉണ്ട്. അവിടെ പിള്ളേർ കുറവ്. ഞങ്ങളുടെ നഴ്സറിയിൽ പിള്ളേർ ഇഷ്ടം പോലെ ഉണ്ട്. ഒത്തിരി നല്ല ആക്റ്റീവായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോയപ്പോ എന്നെ അവിടെ ബാലവാടിയിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ എന്നെ വിളിച്ചു. എനിക്ക് അവിടെ പോകാൻ സാധിച്ചില്ല. എന്നാല് ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഒത്തിരി നല്ല സന്തോഷമായിട്ടുള്ള സിസ്റ്റർമാരും അച്ഛന്മാരും ഞങ്ങളുടെ കൂട്ടുകാരും, ഒത്തിരി ജോലി ചെയ്യുന്ന ഞങ്ങൾ ഒത്തിരി കൂട്ടുകാരുണ്ട്. അപ്പം ടൂറ് പോവുകയും എല്ലാ കാര്യങ്ങൾക്കും നല്ല ആക്റ്റീവായിട്ട് നിന്ന് 17 വയസ്സുള്ളപ്പം എൻ്റെ തലയിൽ ഒരു പാമ്പ് കടിക്കുവാനിടയായി. ഉറങ്ങി കിടന്ന സമയത്ത്, നിലത്താണ് കിടന്നുറങ്ങുന്നത്, കട്ടിലൊന്നുമില്ല. അങ്ങനെ തലയിൽ ഒരു പാമ്പ് കടിക്കുവാനിടയായി. ഒരു രാത്രി ഒരു 3 മണി സമയമാകും. എന്തോ ഒന്ന് കുത്തുന്നത് പോലെ തോന്നി. എന്നാല് അത് കുറെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് കിടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യാത്ത അവസ്ഥയായിരുന്നു. 4 മണിയായപ്പോ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ ചേട്ടനും ചേച്ചിയും കൂടി ഒരു വിഷവൈദ്യരുടെ വീട്ടിൽ കൊണ്ടുപോയി. എനിക്ക് നടക്കാനൊന്നും വയ്യ, ഒത്തിരി കിലോമീറ്റർ പോകണം, നടന്നു പോകണം. വെളുപ്പില് വണ്ടിയോ അങ്ങനത്തെ സാഹചര്യം ഒന്നും അവിടെ ഇല്ലായിരുന്നു. എന്നാൽ അവിടെ പോയപ്പോ അവിടെ യഥാർത്ഥ ഏറ്റവും മെയിൻ വൈദ്യൻ അവിടെ ഇല്ലായിരുന്നു. എന്നാല് അവിടുത്തെ മരുമകൾ എൻ്റെ അവസ്ഥ കണ്ട് എനിക്ക് നിൽക്കാനും വയ്യ, ഓടാനും വയ്യ. അങ്ങനെ ആ ഒരു ചേച്ചി എനിക്ക് തലയിലും എൻ്റെ മുടി നീക്കിയിട്ട് നോക്കിയപ്പോ 2 പല്ല് തലയിലിരിക്കുവാനിടയായി. എന്നാൽ അതിനെ എടുത്ത് തലയിൽ തളം വെച്ച് മൂക്കിൽ കൂടി ഒരു മരുന്ന് വലിച്ച് അവിടെ നിന്ന് ദൈവം എന്നെ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് തന്ന് എന്നെ അവിടെ നിന്ന് വിടുവിച്ചു. ദൈവത്തിന് എന്നെ കുറിച്ച് എന്തോ ഒരു പദ്ധതി ഉണ്ട്. അതുകൊണ്ടാണ് ദൈവം എന്നെ ഈ കഷ്ടതയിൽ കൂടി എന്നെ നടത്തിയത്. എന്നാല് 19ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം കഴിഞ്ഞ സമയത്ത്, അപ്പൊ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് എന്ത് ജോലി വേണമെങ്കിലും ഞാൻ ചെയ്യും. എനിക്ക് അതിനൊന്നും ഒരു മടിയില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പുല്ല് ചെത്തി മഠത്തിൽ ചുമന്ന് കൊണ്ടുവന്ന് മടത്തി കൊടുക്കുക. അവിടെ നിന്ന് എനിക്ക് 50 പൈസ തരും, ഭക്ഷണവും തരും. അങ്ങനെ ഞാൻ വളരെ നല്ല കഷ്ടതയിൽ കൂടി തന്നെ ഞങ്ങൾ മുൻപോട്ട് പോയി. എന്നാലും ഞാനിങ്ങനെ നഴ്സറിയിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത്, എന്നാലും ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, ടൈപ്പ് റൈറ്റിങ്ങിന് പോകാം എന്ന് പറഞ്ഞ് രാവിലെ ഞാൻ ടൈപ്പ് റൈറ്റിങ്ങിന് പോകുമായിരുന്നു. 1 മാസമേ പോകാനിടയായുള്ളൂ. ആ സമയത്താണ് എൻ്റെ വിവാഹം നടന്നത്. വിവാഹം നടന്ന സമയത്ത് ഞാൻ മാന്യമായിട്ട്, ഞങ്ങളുടെ കുടുംബം നല്ല രീതിയിൽ ജീവിച്ച ഒരു കുടുംബമായിരുന്നു. ഞാനും നല്ല മാന്യമായിട്ട് എല്ലാവർക്കും ഒരു മകളായിട്ട് ഞാൻ ജീവിച്ച ഒരു മകളായിരുന്നു. വിവാഹം കഴിഞ്ഞതോടുകൂടി ഒരു 2 മാസം കഴിഞ്ഞപ്പോ ചേട്ടൻ കുടിക്കാൻ തുടങ്ങി. കുടിയും കഴിഞ്ഞ് പ്രശ്നങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെ വിഷമമായിരുന്നു. 1 മാസമേ വിവാഹം കഴിഞ്ഞ് 1 മാസമേ നഴ്സറി പോയുള്ളൂ, 1 മാസമേ സൺഡേ സ്കൂള് പഠിപ്പിക്കാൻ പോയുള്ളൂ. അങ്ങനെ അതെല്ലാം അവിടെ കൊണ്ട് നിർത്തി. ആരുടെ മുഖത്ത് നോക്കുവാൻ കഴിയുന്നില്ല. എന്നും കുടിച്ചോണ്ട് വന്ന് എന്നും പ്രശ്നമാണ്, തെറി ബഹളം. അങ്ങനെ ഇരുന്ന് എനിക്ക് മകളെ പ്രഗ്നന്റ് ആയി 6 മാസമായപ്പം പാറമടയിൽ നെറ്റില് അമര് പണിയായിരുന്നു. അങ്ങനെ അവിടെ കുടിയും കഴിഞ്ഞ് അവിടെ ഉള്ളവരോട് വഴക്കുണ്ടാക്കി. എൻ്റെ ചേച്ചിയുടെ നേരെ മൂത്ത ഒരു ചേട്ടനുമായിട്ട് വഴക്കുണ്ടാക്കി. അതൊന്നും ഞങ്ങൾ അറിയുന്നില്ല. ചേട്ടൻ കുറെ പലകാരമായിട്ട് വീട്ടിൽ വന്ന് അവിടെ വെച്ച് എന്നെ ഇരുത്തി കഴിപ്പിച്ചു. കുടിയായിരുന്നു. കുടി കഴിഞ്ഞ് അവിടെ കിടക്കുമായിരുന്നു. എന്നിട്ട് ഉടനെ തന്നെ ചാടി അങ്ങ് എണീറ്റിട്ട് നല്ലൊരു ഫോറൻ ഷർട്ടായിട്ടിരുന്ന അതിങ്ങനെ വലിച്ചു കീറി എടുത്തെറിഞ്ഞ് ഒത്തിരി സിസ്റ്റർമാരുടെ, ഞങ്ങളുടെ കൂട്ടുകാരുടെ, അച്ഛന്മാരുടെ എല്ലാം ഫോട്ടോ ഫ്രെയിം ചെയ്ത് ഞങ്ങളുടെ വീട്ടിന്റെ ഭിത്തിയിൽ വെച്ചേക്കുമായിരുന്നു. ഇതെല്ലാം വലിച്ചെടുത്ത് റോഡിലെറിഞ്ഞിട്ട് പുറകില് കുറെ ചണങ്ങും പാളയും കുളിക്കാൻ പോകുമ്പോൾ പെറുക്കിക്കൊണ്ടിട്ട് അത് ഈ വെറ്റിലക്കൊടിയില് തണല് വെക്കാനൊക്കെ
അപ്പൊ വന്ന ആൾക്കാർ കൊണ്ടുപോകും, അതിന് പറക്കി കൊണ്ടിട്ടിരുന്ന. അവിടെ ചെന്ന് ഈ പാളയും ചടങ്ങും എടുത്ത് മാല പോലെ കഴുത്തേലിട്ട് റോഡിലിറങ്ങി ഷർട്ടൊന്നും ഇട്ടിട്ടില്ല, റോഡിലിറങ്ങി മെറ്റിലും മണലും കൊണ്ടുവന്നിട്ടിരുന്ന് ആ മെറ്റിലും മണലും 3 പ്രാവശ്യം തലയിൽ വാരിയിട്ട് ഇങ്ങനെ ആരോടും മിണ്ടാതെ സ്വയബോധം ഇല്ലാത്ത ആയിട്ട് നേരെ റോഡേ അങ്ങ് നടന്നു പോവുക. ആരോടും മിണ്ടുന്നില്ല. പുറകെ ഞാൻ 6 മാസം കുഞ്ഞിനെ പ്രഗ്നന്റ് ആയിരുന്നു. പുറകെ ഞാനും പോയി. ആരെങ്കിലും അടിക്കുവോ ബഹളം ഉണ്ടാക്കുകയോ ചെയ്യുമ്പോൾ പിടിച്ചു നിർത്താവല്ലോ എന്നോർത്ത് ഞാനും പോയി. ഒരു 1.5 കിലോമീറ്റർ പോയി അമ്മ എന്റെ പുറകെ വന്നു. അങ്ങനെ അവിടെ നിന്ന് ആൾക്കാര് സൈക്കിൾ കൊണ്ടുവന്ന് തടഞ്ഞ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി, ചവിട്ടും തൊഴിയായി. അവിടെ നിന്നും നിൽക്കാതെ പോയി. അവിടെ ഞങ്ങളുടെ ഒരു വലിയപ്പനും മക്കളും ആയിട്ട് ജോലി കഴിഞ്ഞ് വരുന്നു. അവരെ കണ്ട് എന്നാന്ന് ചോദിച്ച് അവിടെ നിന്ന് എന്റെ തോർത്ത് വാങ്ങിച്ച് കയ്യെ കെട്ടി തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഒരു ബൈബിൾ ബൈറ്റ് മിഷനില് ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവദാസനുണ്ട്. ആ ദൈവദാസൻ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ട്, ഭൂതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ട്. അപ്പൊ അങ്ങനെ അവിടെ കൊണ്ടുവന്നപ്പോ പറഞ്ഞു ഇന്ന ആള് പാറമടയിൽ വഴക്കുണ്ടായപ്പോൾ അവിടെ നിന്ന് ചെയ്തു വിട്ടതാണെന്ന് പറഞ്ഞ് ഓരോ ആളിനെയും പറഞ്ഞ് പേര് പറഞ്ഞ് ഇങ്ങനെ അന്നേരം അത് മാറുവാനിടയായി. ആ ദൈവദാസൻ അന്ന് അവിടെ രാത്രി ഞങ്ങളെ അവിടെ നിർത്തി. പിറ്റേന്ന് രാവിലെ ഞങ്ങളോട് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞ ദേവദാസന് വേറൊരു സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് പോകണം. വീട്ടിൽ വന്ന് വീണ്ടും അതുപോലെ ഉണ്ടായി. അവിടുന്ന് ആയിട്ട് എന്റെ അമ്മ ആ ചേട്ടന്റെ മൂത്ത ചേട്ടനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അന്നേരം ആ ചേട്ടൻ വന്ന് ഏതാണ്ടോ പറഞ്ഞ് അതിനെ വിളിച്ചു കൊണ്ടുപോയി ആ ശക്തികളെ. അപ്പൊ അത് ഭയങ്കര ഒരു ഭാരമായി തീർന്നു. അത് കഴിഞ്ഞിട്ട് എന്നും രാവിലെ സന്തോഷത്തോടെ സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് ആർക്കും ഉഷസ്സിലോ ആനന്ദഘോഷം മുഴങ്ങും വചനമുണ്ട്. ഇത് തന്നെയായിരുന്നു എന്റെ അവസ്ഥ. സന്ധ്യ ആകുമ്പം ആരും വിഷമവും ദുഃഖവും എന്ത് ചെയ്യണമെന്നറിയാത്ത വേദന, ആരും സഹായിപ്പാനില്ല, ആരും ആശ്രയിപ്പാനില്ല. അങ്ങനെ വന്ന സമയത്ത് എന്നും വീട്ടിൽ വരും. അടുത്ത വീട്ടിന്റെ അവിടം വരെ വരുമ്പോ സ്വയബോധത്തോടെ വരും. അത് കഴിഞ്ഞ വീട്ടിൽ വന്ന് റോഡിൽ നിന്ന് വീട്ടിൽ കയറി കഴിയുമ്പോ തൂക്കിയെടുത്തടിച്ചിട്ട് പറയും ഞാൻ 7 ശക്തികളാ ഞങ്ങള്. ഓരോ ശക്തികളുടെ പേര് പറഞ്ഞിട്ട് പറയും ഞാൻ ഭദ്രകാളിയ, ഞാൻ നാഗലക്ഷ്മിയ, ഞാൻ കളരി ആശാനാന്ന് പറഞ്ഞ് 7 ശക്തിയുടെ പേര് പറയും. തൂക്കി അടിക്കും. അവിടെ കിടന്ന് കുറെ ബഹളമൊക്കെ ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും മറിഞ്ഞ് വീഴും. കുറെ നേരം സ്വയബോധമില്ലാതെ കിടക്കും. വീണ്ടും അവിടെ എണീക്കും. അങ്ങനെ ആ എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ ഇത് തന്നെയായിരുന്നു സംഭവം. അത് കഴിഞ്ഞ് കുഞ്ഞിനെ ഇടയ്ക്കൊക്കെ അതിനെ ആശുപത്രി കൊണ്ടുപോകായിരുന്നു. വയറുവേദനയൊക്കെ വരുമ്പോ ഒരു പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോകും, ചികിത്സ ചെയ്യും. അതിന് ആ പ്രസവിക്കുന്നതിന്റെ അന്ന് ഒരു പൈസയും ഇല്ല, കയ്യിൽ ഒരു പൈസയും ഇല്ല. അന്ന് 9 മണിയായപ്പം എനിക്ക് അസുഖം ആയി. 9 മണിയായപ്പോ അസുഖമായി. എന്റെ വയറ്റിൽ നിന്ന് വെള്ളം മൊത്തം പോയി തീർന്നു. 12 മണിയായപ്പം അവിടെ നിന്ന് എന്റെ അപ്പൻ ചെന്ന് ഒരു വയറ്റാട്ടിയെ ചെന്ന് വിളിച്ചോണ്ട് വന്നു, ഒരു അമ്മച്ചിയെ വിളിച്ചോണ്ട് വന്ന്. അന്ന് രാത്രി മൊത്തം ഈ അസുഖമായിട്ട് ഞാൻ കിടന്ന് പിറ്റൊന്ന് 9:30 വരെ 9:35 ഒരു മകളെ പ്രസവിച്ച്. അതുപോലെ വേദന സഹിച്ച് അന്ന് ഞാനും എന്റെ കുഞ്ഞ് മരിച്ചു പോയേണ്ടതായിരുന്നു. അവിടെ നിന്ന് ദൈവം എന്നെ വിടുവിച്ച് ഒന്നിനു പുറകെ ഒന്നായിട്ട് ശത്രു ഇങ്ങനെ തകർക്കുവാനായിട്ട് വെച്ച് നിൽക്കുന്നത് പോലെ പർവ്വത സൈന്യം ഇസ്രായേൽ മക്കൾക്കെതിരായി പിൻപറ്റിയതുപോലെ എന്നെ എന്റെ കുടുംബത്തെയും ശത്രു പിൻപറ്റിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു മരുന്നോ ഒന്നും കിട്ടിയിട്ടില്ല. 65 ദിവസം പ്രസവിച്ച് 65 ദിവസം വരെ എന്റെ വയറ്റിൽ നിന്ന് പഴുപ്പ് തന്നെ പോയുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്റെ നട്ടലിന് വേദനയായിരുന്നു. ഒരു മരുന്നോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എന്റെ ശരീരത്തിന് പ്രസവ രക്ഷയായിട്ട് എനിക്ക് ഒരു മരുന്നും കിട്ടിയിട്ടില്ല. എന്നാൽ എന്നെ ദൈവം ബലത്തോടെ ഇന്നും നടത്തുന്നു. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിന് 11 മാസം എന്നും ഇത് തന്നെയാ. 11 മാസമായപ്പോ അപ്പൊ ഇങ്ങനെ എന്നും ആയപ്പോ എന്റെ ചേച്ചിയുടെ ഭർത്താവും എന്താണെന്നറിയാം ആൾക്കാരെല്ലാം ഈ കുടുംബത്തിൽ എന്നാ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഓർത്ത് ഒരു ജോത്സ്യന്റെ അവിടെ കൊണ്ടുപോയി. അവിടെ ചെന്ന് ചോദിച്ചപ്പം പറഞ്ഞ് ഇത് മാറുകയില്ല, മാറണമെങ്കിൽ നമ്മുടെ വീട്ടില് അമ്പലം വെച്ച് അവിടെ ഇതിനെ കുടിയിരുത്തണമെന്ന് പറഞ്ഞു. നമുക്കത് പറ്റുന്ന സാഹചര്യമല്ല. ഞങ്ങളുടെ തൊട്ട് അടുത്ത് സാൽവേഷൻ ആർമി പള്ളിയാ.
ഞങ്ങളുടെ പറമ്പിൽ നിന്നാണ് അവർക്ക് പോകാനുള്ള വഴി കൊടുത്തിരിക്കുന്നത്. അവിടെ ആരാധനയും പ്രാർത്ഥനയും നടക്കുന്നു. അപ്പൊ ഞങ്ങളുടെ താഴെ അമ്പലം വെച്ച്, എന്നാലും എല്ലാവരും പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒരു സമാധാനം കിട്ടിട്ട്, എങ്ങനെയെങ്കിലും ഒരു ശാന്തത കിട്ടിട്ട്. അപ്പൊ നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്, ഈ ദൈവം വിടുവിക്കുന്ന ദൈവം ആണെന്നൊന്നും അന്ന് അറിയത്തില്ല. എന്നാല് അവിടെ 3 ദിവസം തിരി കത്തിച്ചു. ഒരു കല്ലെടുത്ത് മുറ്റത്ത് തെക്ക് വശത്ത് വെച്ച് ഒരു തിരി കത്തിച്ചു ചേട്ടൻ. ആരോടും മിണ്ടാനും പറ്റുന്നില്ല. ഭയങ്കര തമാശക്കാരനായിരുന്നു. തമാശ പറയാനോ ജോലിക്ക് പോകുമ്പോ ആരോടും മിണ്ടാനൊന്നും പറ്റാത്തത് കൊണ്ട് വന്ന് ആ കല്ലിൽ ഒടിച്ച് ഈ ശക്തിയെല്ലാം അതിശക്തമായി ഇളകി ഒന്ന് പെരക്കകത്ത് വന്ന് തൂക്കി അടിച്ച് എല്ലാത്തിന്റെയും പേര് പറഞ്ഞ് ഭദ്രകാളിയ, നാഗലക്ഷ്യ, കളരി ആശാന വന്ന് പറഞ്ഞ് എല്ലാം പറഞ്ഞ് ഓരോന്നിന്റെ ആറ്റ് കാണിച്ച് ഭദ്രകാളി നാക്കൊന്ന് തള്ളി, കളരി ആശാൻ ഓരോന്ന് എടുത്തു വെച്ച് കളരി പയറ്റി കാണിക്കുക, ഇങ്ങനെയെല്ലാം ചെയ്ത് അന്ന് എല്ലാവരും വന്നുകൂടി. ചേച്ചി എല്ലാവരും വന്നുകൂടി. അതിനു മുമ്പ് അമ്മയും അപ്പനും സഹോദരങ്ങളെല്ലാം, ആദ്യ സഹോദരങ്ങളെല്ലാം ഹൈറേഞ്ചിൽ വന്നു, കട്ടപ്പനയിൽ വന്ന് അമ്മയും അപ്പനും സഹോദരങ്ങളെല്ലാവരും. അത് കഴിഞ്ഞിട്ട് വന്ന് പിന്നെ ഞങ്ങള് മാത്രമായി, ഞാനും ചേച്ചിയും കുടുംബവും ഞങ്ങൾ ഒറ്റയ്ക്കായി. ചേച്ചിയുടെ വീട്ടിൽ ചേട്ടനെ കൊണ്ടുപോകാനിടയായി. വഴിക്കെല്ലാം എടുത്ത് തൂക്കി അടിച്ചടിച്ചാണ് പോകുന്നത്. മുറ്റത്തും റോഡിലും എല്ലാം എടുത്തടിച്ച് കൊണ്ടുപോയി. അങ്ങനെ അന്ന് രാവിലെ എണീറ്റ് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് രാവിലെ വീണ്ടും ജോലിക്കായി പോയി. ജോലിക്ക് പോയ സമയത്ത് പാറമടയുടെ ഏറ്റവും മണ്ടയിൽ കയറിയ സമയത്ത് ചേട്ടന് തല കറങ്ങുന്നത് പോലെ തോന്നി. അവിടെ നിന്ന് മാനസികമായിട്ട് എല്ലാം കൈവിട്ടു പോയി. അന്നേരം 2 പാറമടയുണ്ട്. 2 പാറമടയിലുള്ള ജോലിക്കാര് പണി നിർത്തി ചേട്ടന് നോക്കി നിൽക്കുക. ഞാൻ ഉച്ചയ്ക്ക് ചോറുമായിട്ട് പോകുമ്പം ചേട്ടൻ ആരെയും മനസ്സിലാകുന്നില്ല, ആരോടും മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, ഒന്നുമില്ല. ഇങ്ങനെ നിൽക്കുക. എവിടെയെങ്കിലും ഓടിപ്പോവോ അല്ല ആത്മഹത്യ ചെയ്യുമോ എന്നറിയാൻ ആൾക്കാരെല്ലാം കാത്തു നിൽക്കുക. അന്നേരം ഞാൻ പോയപ്പം ഇങ്ങനെ പറഞ്ഞ് ഞാനും അങ്ങ് മാനസികമായിട്ട് തളർന്നു. എന്റെ കുഞ്ഞിനെ, മോളെ 11 മാസം, എന്റെ ചേച്ചിയുടെ ഇളയ കൊച്ച് 5 വയസ്സേ ഉള്ളൂ. അവളുടെ അടുത്ത ഇരുത്തിയിട്ട് ഞാൻ ചോറും കൊണ്ടുപോകുന്നത്. എന്നാല് അവിടുന്ന് ദൈവം അന്ന് തന്നെ വണ്ടി വിളിച്ച് ഒരു പ്രാർത്ഥന സ്ഥലത്ത് കൊണ്ടുപോയി, പുണ്യവാളന്മാരുടെ പ്രാർത്ഥനാ സ്ഥലത്ത് കൊണ്ടുപോയി. അന്ന് അവിടെ കൊണ്ടുപോയപ്പോ അവിടെ അന്ന് പ്രാർത്ഥിക്കുകയല്ല, പിറ്റന്ന് കൊണ്ടു ചെല്ലാൻ പറഞ്ഞു. അന്ന് പിന്നെ അവിടെ തന്നെ വീട്ടിൽ കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞു. വീട്ടിൽ കൊണ്ടുപോയാൽ എനിക്ക് പേടിയാ, വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ്, വീട്ടിൽ വിടണ്ടെന്ന് പറഞ്ഞപ്പോ എല്ലാവരും അവിടെ ഒരു റൂം എടുത്ത് അവിടെ നിർത്തി. ഞങ്ങളെല്ലാം വേറൊരു വീട്ടിൽ താമസിച്ച് പിറ്റന്ന് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ച് കൊടുക്കുന്ന വെള്ളം എടുത്ത് മുഖത്തടിക്കുക, പ്രാർത്ഥിച്ച് കെട്ടുന്ന നൂല് പറിച്ചു കളയുക. അങ്ങനെ അവരും അടുത്ത് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അവിടെ നിന്ന് ഏതാണ്ടൊക്കെ ചെയ്ത് പറഞ്ഞു വിട്ട് സ്വയബോധം കിട്ടുന്നില്ല. ഓടുക, അങ്ങോട്ട് നടന്നു പോയിട്ട് ഭയങ്കര അങ്ങോട്ട് ഓടി സൈക്കിളൊക്കെ കൊണ്ടുവന്ന ആൾക്കാർ വഴി തടഞ്ഞ് വീട്ടിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന പാറമടയുടെ അവിടെ ഒരു കടയുണ്ട്. കടയിൽ പാട്ടിട്ടിരിക്കുന്ന ചമ്പ്രം പണിഞ്ഞിരുന്ന് പാട്ടിന്റെ താളം അനുസരിച്ച് അവിടെ ഇരിക്കുക. ഞങ്ങള് മടുത്ത് 2 ദിവസം ഭക്ഷണം ഇല്ല, കുളിച്ചില്ല, ഒന്നും ഡ്രസ്സ് മാറിയിട്ടില്ല. അങ്ങനെ വളരെ ഭാരത്തോടെയായിരുന്നു. ഒരു 12 മണി സമയമായപ്പം പാറമടയിൽ പോയി 3 പ്രാവശ്യം മുങ്ങി കുളിച്ച് പൊങ്ങിക്കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോ സ്വയബോധമായി. അന്നേരം എന്നെയും കുഞ്ഞിനെയും ചോദിച്ച്, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ വീട്ടുകാരെ ചെന്നറിയിച്ചു. അത് ഒത്തിരി ദൂരം പോകണം. എൻ്റെ മൂത്ത നാത്തുവിന്റെ വീട്ടിൽ ചെന്ന് അറിയിച്ച് അവര് വന്ന് പിന്നെ വീട്ടിൽ വന്ന്. അങ്ങനെ ആണ് ഞങ്ങളുടെ അവിടത്തെ ജീവിതം, തിരുവനന്തപുരം ജില്ലയിലെ ജീവിതം. അവിടുന്ന് നേരെ എൻ്റെ ആങ്ങളമാര് ഇവിടെ വന്നാൽ മതി, അച്ഛന്മാരുടെ അടുത്ത് കൊണ്ടുപോകാം, അവിടെ കൊണ്ടുപോയി ചേട്ടന്റെ ഇതെല്ലാം മാറാം. ഇവിടെ വന്നിട്ട് എങ്ങും പോയൊന്നുമില്ല, എന്നും ഇത് തന്നെയാ. പിന്നെ പുള്ളിക്കാരന്റെ ഇവിടെ വന്നു കഴിയുമ്പം മരിക്കണം എന്നും കുടിച്ചു കഴിഞ്ഞിട്ട് കുരുടാൻ വാങ്ങിച്ചോണ്ട് വരും. അങ്ങനെ എന്നും ഈ കുരുടാൻ ചോറ് കൊടുക്കുമ്പം എന്നെ എന്തിനെങ്കിലും മാറ്റി പറഞ്ഞു വിട്ടിട്ട് ഈ
പൊതി കഴിച്ച് ഇത് ചോറിൽ കൂടി കഴിച്ചു. അവിടെ എല്ലാം ദൈവം എന്നെ കാണിച്ച് അതിൽ നിന്നെല്ലാം മാറ്റി. പിന്നെ ബ്രാൻഡി വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിനകത്ത് വിഷം കലക്കി കൊണ്ടുവരിക. ഇങ്ങനെ നിരന്തരം അങ്ങനെയായി. ഒരു സമാധാനമില്ല, ഒരു സ്വസ്ഥതയില്ല. ഒരു പ്രാവശ്യം ഇങ്ങനെ ഇളകിയിട്ട് ഇറങ്ങി അങ്ങ് പോയി. ഞങ്ങൾക്ക് കറണ്ട് ഇല്ല, അന്നത്തെ കാലത്ത് കറണ്ടൊന്നും ഇല്ല, വിളക്ക് വെട്ടമാണ്. പിന്നെ ഉണ്ടായി, എല്ലാവരും വന്നുകൂടി ഇറങ്ങി അങ്ങ് പോയി. കട്ടപ്പന ഇടുക്കി കവലയിൽ ഒരു അമ്പലമുണ്ട്. ആ രാത്രി എങ്ങോട്ട് പോയെന്ന് അറിയാൻ പാടില്ല. സഹോദരങ്ങൾ കുറച്ചു ദൂരം നോക്കിപ്പോയി, അവിടെ നിന്നും കാണാതെ പിറ്റേന്ന് രാവിലെ വെളുപ്പിൽ 5 മണിയായപ്പോ വീട്ടിൽ വന്നു. അന്നേരം ഒരു 4 മണിയായപ്പോ സുബോധമായി വീട്ടിൽ വന്നു പറഞ്ഞ് ഇങ്ങനെ അമ്പലത്തിന്റെ അവിടെ കൊണ്ടിരുത്തിയിരിക്കുവായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ കുറെ നാളങ്ങനെ ഒത്തിരി വേദനയിൽ കൂടി കഷ്ടതയിൽ കൂടി പോയ കാലഘട്ടമായിരുന്നു. ആ ദിവസങ്ങളിൽ ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല. എന്നാൽ ദൈവം ബലത്തോടെ ശക്തിയോടെ ഓരോ ദിവസവും നിർത്തി, ധൈര്യത്തോടെ നിർത്തി. ഇതെല്ലാം സഹിക്കുവാനുള്ള കൃപ ദൈവം എനിക്ക് തന്നു. ദൈവത്തിന് എന്നെ കൊണ്ട് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വിളിക്കപ്പെട്ടവർ അനേകരെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. ആ രട്ടപ്പെട്ട് കിടന്ന കഴുതയും കുട്ടിയെ അഴിക്കുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയത് കൊണ്ട് എന്നെ എന്റെ കുടുംബത്തെയും അഴിക്കുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. അങ്ങനെ അവിടെ നിന്ന് എന്റെ മോനെ വയറ്റിൽ ജനിക്കുവാനിടയായി. മോൻ ജനിച്ച് 9 മാസമായപ്പോൾ ചേട്ടൻ വീട്ടിൽ എന്നോടൊന്നും വഴക്കുണ്ടാക്കില്ല, എനിക്ക് പേടിയാണ്, ഞാൻ പറയാം. എന്നാൽ നാട്ടുകാരോടും തെറിയും വഴക്കും. എന്നാൽ അങ്ങനെ കുറെ നാൾ കഴിഞ്ഞിട്ട് ഞാൻ 9 മാസമായി. 9 മാസമായപ്പം വീട്ടുകാരോടും നാട്ടുകാരോടും വഴക്കുണ്ടാക്കി ചേട്ടന്റെ സ്വന്തം വീട്ടിലോട്ട് പോയി. വീട്ടിൽ പോയി ഇവിടെ ഞാൻ 1 മാസം കൂടി കഴിഞ്ഞ് പ്രസവിച്ച് 6 മാസം കഴിയുമ്പോഴാണ് കൊച്ചിനെ കാണുന്നത്. അതുപോലത്തെ അവസ്ഥയായിരുന്നു. എന്നാല് ദൈവം അവിടെ നിന്നും ദൈവം എന്നെ രക്ഷിച്ചു. 6 മാസമായപ്പോൾ എഴുത്തെഴുതി എന്നെ എന്റെ കുഞ്ഞുങ്ങളുമായിട്ട് നാട്ടിൽ ചെല്ലാൻ പറഞ്ഞ് വീണ്ടും ഞങ്ങൾ നാട്ടിൽ ഇവിടെ നിന്നെല്ലാം വാരിക്കെട്ടി നാട്ടിൽ പോയി. അവിടെ 2-3 മാസം അവിടെ നിന്ന് അപ്പന്റെ അമ്മയുടെയും കൂടെ നിന്നിട്ട് പറഞ്ഞു, ഇനി ഞാൻ കുടിക്കുകയില്ല, അലമ്പുണ്ടാക്കില്ല, സന്തോഷത്തോടെ ജീവിക്കാന്ന് പറഞ്ഞു. അവിടെ നിന്ന് വീണ്ടും ഞങ്ങള് കട്ടപ്പനയിൽ വന്നു. കട്ടപ്പന വന്ന് കല്യാണത്തണ്ടെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങള് സ്ഥലം വാങ്ങിച്ചത്. ഞങ്ങൾ ഇവിടെ വന്ന് ആദ്യം ഞങ്ങൾ ഇവിടെ വന്നിട്ട് 2 മാസം കഴിഞ്ഞ് നാട്ടിന് പോയി. ഇവിടെ വന്ന് 2 മാസം നിന്നപ്പോഴേ എനിക്കും എന്റെ കുഞ്ഞിനും കാലാവസ്ഥ പിടിക്കാതെ ഞങ്ങൾക്ക് ചൊറിയായിരുന്നു. ദേഹം മൊത്തം ചൊറിഞ്ഞു തടിച്ച് 2 മാസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ മുണ്ടക്കയം കഴിഞ്ഞു കഴിയുമ്പോൾ ഞങ്ങളുടെ കാലാവസ്ഥ അനുകൂലമായി ചൊറിച്ചിലെല്ലാം മാറി. അങ്ങനെ സന്തോഷമായിട്ട് പോയി. അവിടുത്തെ സ്ഥലം വിറ്റ് കല്യാണത്തണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ വന്ന് സ്ഥലം വാങ്ങിക്കുവാനിടയായി. അവിടെയായിരുന്നു ഒരു മുറി വീട്, കോറ ഷീറ്റ് ഇട്ട ഒരു വീട്, ഒരു കുഞ്ഞടുക്കളയും. അങ്ങനെ ഞങ്ങൾ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന സ്വസ്ഥതയില്ല, സമാധാനമില്ല. എന്നാൽ ഭക്ഷണം നല്ലപോലെ ഭക്ഷണമുണ്ട്, ആഹാരത്തിന് ഒരു കുറവില്ല. കുടിച്ചാലും വീടും നിറയെ യാഗഭോജനം, സ്വസ്ഥതയോടുകൂടിയുള്ള ഒരു കഷ്ണം ഉണങ്ങി അപ്പവും നല്ലതെന്ന് ഞങ്ങൾ ഒത്തിരി ഭക്ഷണം ഉണ്ടായിട്ട് കാര്യമില്ല, സ്വസ്ഥതയില്ല, സമാധാനമില്ല, കഴിക്കുവാൻ പറ്റുന്നില്ല, ഒന്നും എടുത്ത് കളയൊന്നുമില്ല. അങ്ങനെ വളരെ വേദനയോടുകൂടി പോയി. ഇവിടെ വന്ന് താമസിച്ച് കൊച്ചിന് 1.5 വയസ്സായപ്പോ ഞങ്ങൾ വാങ്ങിക്കുന്നതിന് മുമ്പ് താമസിച്ചിരുന്ന ഞങ്ങളുടെ കല്യാണത്തണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റടിക്കുന്ന ഒരു സ്ഥലമാണ്. നല്ല കാറ്റുള്ള ഏരിയയാണ്. മഴക്കാലവും വേനലും എല്ലാം കാറ്റടിക്കുന്ന, ജനുവരി കാറ്റെന്ന് പറയുമ്പോൾ നല്ല കാറ്റടിക്കുന്ന സ്ഥലമാണ്. ഈ കാറ്റിന് കോറ ഷീറ്റായിരുന്നു. ഷീറ്റ് അടിച്ച് കാറ്റ് കൊണ്ടുപോകാതിരിക്കാൻ ഒരു വലിയ കല്ലെടുത്ത് ആ ഷീറ്റിന്റെ പൊക്കത്ത് വെച്ചിരുന്നു. ഞങ്ങളൊന്നും അറിഞ്ഞില്ല. അന്ന് ഒരു ദിവസം രാവിലെ ഞാൻ മുറ്റം അടിക്കുന്ന സമയത്ത് ഒരു കാറ്റോ ഒരു ഇലയുടെ അനക്കോ ഒന്നും ഇല്ലാത്ത ഒരു സമയമായിരുന്നു. ആ ഒരു വലിയൊരു കല്ല്, ഒരുമാതിരി നല്ല മുഴുത്ത ഒരു കല്ലായിരുന്നു. അത് എന്റെ പുറത്ത് വന്ന് വീഴുവാനിടയായി. അന്ന് വീണപ്പോൾ ഞാൻ നിലത്ത് വീണു. മുറ്റം അടിക്കുമായിരുന്നു, നിലത്ത് വീണ് അവിടെ നിന്ന് എന്നെ എടുത്ത് എല്ലാവരും പെരയ്ക്കകത്ത് കിടത്തി. പിന്നെ ചേട്ടൻ രാവിലെ കച്ചവടത്തിന് പോയി വന്ന് മരുന്ന് ആയുർവേദത്തിൽ ചെന്ന് കുഴമ്പും കഷായവും ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് തിരുമി എന്നെ അന്ന് നോക്കുവാനിടയായി. 1.5 ആഴ്ച എനിക്ക് സ്വയമായിട്ട് എഴുന്നേൽക്കാനോ ഒന്നും പറ്റാതെ കിടക്കുമായിരുന്നു. എന്നാൽ അന്നേരം ഞാൻ ഓർത്തത്, ഞങ്ങൾക്ക് 3/4 കിലോമീറ്റർ വെള്ളം കോരാൻ പോണം ഓലിയില്. അപ്പൊ എനിക്ക് ഇനി ഒരു കരം വെള്ളം കോരി വീട്ടിൽ കൊണ്ടുവന്ന് പിള്ളേർക്ക് കഞ്ഞി വെച്ചു കൊടുക്കാനും ഒന്നും സാധിക്കുകയില്ലെന്ന് ഞാൻ അന്ന് എന്റെ മനസ്സിൽ ഇത് എഴുതി.
എന്നാൽ വീണാലും നിലം പരിചയാക്കി കളയാത്ത ഒരു ദൈവം എന്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എന്നെ ദൈവം എഴുന്നേൽപ്പിച്ച് കുറെ നാൾ കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഒരു ദിവസം കുടിയും കഴിഞ്ഞ് ഒരു കല്ല് തോർത്തിൽ കെട്ടി. അപ്പൊ മെറ്റിലിടാനായിട്ട് കൊണ്ടുവന്ന അന്ന് 1.5 ഇഞ്ചിന്റെ വലിയ മെറ്റിൽ കൊണ്ടിട്ടിരുന്ന ആ കല്ല് കെട്ടി എന്റെ മൂത്ത സഹോദരൻ കച്ചവടം കഴിഞ്ഞ് ജോലി ചെയ്തോണ്ടിരുന്ന പറമ്പിൽ പണി ചെയ്തോണ്ടിരുന്നപ്പോ അവനെ അടിക്കാനായിട്ട് തെറിയും വിളിച്ചു പോയി. അപ്പൊ അതിനു മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആരോടെങ്കിലും വഴക്കിയാല് ചെന്ന് പിടിക്കരുതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ എന്റെ മുമ്പിൽ വെച്ച് ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയാൽ എനിക്ക് പിടിക്കാതിരിക്കാൻ പറ്റും. ഞാൻ ചെന്ന് പിടിച്ചതിന് ആ കല്ല് കറക്കി എന്റെ പുറത്ത് വീണ്ടും അടിച്ചു. അന്നേരം എനിക്ക് സഹിക്കാൻ വയ്യാത്തൊരു വേദന ഉണ്ടായി. എനിക്ക് ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, മരിക്കണം എന്നോർത്ത് ഞാൻ അഞ്ചുള്ളിയിൽ ഓടി. ഇനി ഞാൻ ആദ്യം ഒരു കല്ല് വീണ് എനിക്കിനി ഞാൻ ജീവിച്ചിട്ടും കാര്യമില്ല, എനിക്കിനിയോ മുമ്പോട്ട് എങ്ങനെ ഞാൻ ജീവിക്കും? ആദ്യം ഒരു വലിയ കല്ല് വീണ്, അത് കഴിഞ്ഞിട്ട് ഈ കല്ലടി കൊണ്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ ഒരു വഴിയില്ല. അപ്പൊ ഞാനിങ്ങനെ പോയി പറഞ്ഞുകൊണ്ട് എന്റെ നേരെ ഇളയ ആങ്ങൾ അവനും എന്റെ പുറകെ വന്ന് വേറൊരു ചേച്ചി ഞാനിങ്ങനെ പോയെന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി എന്റെ പുറകെ ഓടി വന്നു. അവർ രണ്ടുപേരും എന്നെ സമാധാനം പറഞ്ഞ് എന്നെ വീട്ടിൽ കൊണ്ടുവരുവാനിടയായി. ആ ചേച്ചി ഇന്ന് ലോകത്തിലില്ല, മാറ്റപ്പെട്ടു. അങ്ങനെ ഞാൻ വീണ്ടും ഇന്നും നാളെ ഒരു സമാധാനം കിട്ടും, അല്ലെങ്കിൽ പിന്നീട് ഒരു സമാധാനം കിട്ടുമല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ മുമ്പോട്ട് പോയി. അതിനു മുമ്പ് ഞാന് കുഞ്ഞിന് 3 മാസമുള്ളപ്പം തിരുവനന്തപുരം ജില്ലയില്, അപ്പം അന്നും ഇതുപോലെ തന്നെ ഞാനൊന്ന് മരിക്കുവാനായി ആത്മഹത്യ ചെയ്യുവാനായിട്ട് ഞാൻ തീരുമാനിച്ചു. എന്നും ഇതാണല്ലോ എന്നോർത്തുന്ന നേരം വെളുത്ത് എണീക്കുമ്പം ഞാൻ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് തന്നെ കാണണം. ഞാൻ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, ആരുടെയും മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല, തല ഉയർന്നു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഞാൻ ഒരു പാത കൊണ്ട് അവിടെ കയറി കയറിട്ടിട്ട് നോക്കിയപ്പോ എന്റെ കുഞ്ഞ് മോള് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന അവളെ മുഖത്ത് നോക്കിയപ്പോ ഒരു മാലാക കുഞ്ഞ് കിടക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എന്റെ കുഞ്ഞിന്റെ അടുത്ത് ഞാൻ കിടന്നു. അന്ന് അവിടെ നിന്ന് എന്നെ മരണത്തിന് ദൈവം പിടിപ്പിച്ചു. അന്നും ദൈവത്തെ അറിയാത്ത സമയമായിരുന്നു. ഇന്നാണെങ്കിൽ എന്ത് പ്രതികൂലം വന്നാലും എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള കൃപ എന്റെ ദൈവം ഓരോ ദിവസങ്ങളും എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവിടെ നിന്നെല്ലാം ദൈവം എന്നെ പിടിവിച്ചു, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്ന്. പിന്നെ ഒരു ദിവസം ഈ ചേട്ടൻ എല്ലാരോടും വഴക്കുണ്ടാക്കിയിട്ട് ഭയങ്കര തെറി, എന്നെ എന്റെ കുഞ്ഞുങ്ങളെയും പെരയ്ക്കകത്ത് കയറ്റാത്ത ഒരു ദിവസം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ അതിനു മുമ്പ് ഞാൻ രക്ഷിക്കപ്പെടുവാൻ കാരണം ചേട്ടൻ ഇതുപോലെ വഴക്കുണ്ടാക്കിക്കൊണ്ട് വയനാട് ജില്ലയിൽ ജോലിക്ക് പോയി, തമിഴ് പണിക്ക്. അന്നേരം ഇവിടെ ആണെങ്കിൽ കട്ടപ്പനയിലും മീൻ കച്ചവടമായിരുന്നു. എന്റെ സഹോദരങ്ങളും ചേട്ടനും എല്ലാവരും മീൻ കച്ചവടമായിരുന്നു. എന്നാൽ അവിടെ പോയപ്പോൾ എന്റെ കുഞ്ഞിന് എന്നും അസുഖം, മോനെന്തിന് ശ്വാസം മുട്ടലാണ്. ആശുപത്രി കൊണ്ടുപോയി ഞാൻ മടുത്ത്. നടന്നു പോകണം, 20 ഏക്കറിലും കട്ടപ്പനയിലെല്ലാം കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് എന്റെ കൂടി വരാൻ ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇനി എടുത്തും കൊണ്ട് പോകണം. 1.5 വയസ്സ് 2 വയസ്സുള്ള സമയത്ത് ഞാൻ കൊണ്ടുപോയി മടുത്തു കഴിഞ്ഞപ്പോ ഞാൻ ഒരു ദിവസം വന്നപ്പോ ഞാൻ എന്നും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും കത്തോലിക്ക പള്ളിയിൽ പോയി കുഞ്ഞിനെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കും, അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കും, കൊണ്ടുവരും. എന്നാലും മനസ്സിനൊരു സമാധാനമോ സ്വസ്ഥതയോ ഒന്നും ജീവിതത്തിലില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ കുഞ്ഞിനെ ആദ്യം ഞാൻ ആശുപത്രിയിൽ ഒത്തിരി കൊണ്ടുപോയി മടുത്ത് ലാസ്റ്റ് അവിടുത്തെ ഡോക്ടർ പറഞ്ഞ് 10 കുത്തിവെയ് എടുക്കണമെന്ന് പറഞ്ഞു. ശ്വാസം മുട്ടൽ മാറണമെങ്കിൽ 10 കുത്തിവെയ് എടുത്ത് അന്ന് നടന്നു പോകും, തിരിച്ചതുപോലെ നടന്ന് കൊച്ചിനെ എടുത്തു കൊണ്ടുവരും. മടുത്ത് ഒരു സമാധാനമില്ല. മടുത്തിട്ട് ഞാൻ ഒരു ദിവസം വീണ്ടും 10 കുത്തിവെയ് വെച്ചിട്ട് രണ്ടാമത് വീണ്ടും പോയി പറഞ്ഞ് 7 കൂടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ദൈവത്തോട് ഒരു ദിവസം ഞാനും എന്റെ കുഞ്ഞുങ്ങളെയും പിടിച്ചിരുത്തിയിട്ട് ഞാൻ ഒത്തിരി കരഞ്ഞു ദൈവത്തോട്. ഒത്തിരി കരഞ്ഞെന്ന് പറഞ്ഞാൽ എന്റെ ചങ്ക് പൊട്ടി ഞാൻ ദൈവത്തോട് കരഞ്ഞു. ഞാൻ ഇനി എന്ത് ചെയ്യണം കർത്താവേന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ചോദിച്ചപ്പം ശബ്ദം കേൾക്കുവാനിടയായി. 3 ശബ്ദം എന്നെ കേൾക്കുവാനിടയായി. ഡ്രം അടിക്കുന്നിടത്ത് കൊണ്ടുപോക്കോ, ഡ്രം അടിക്കുന്നിടത്ത് കൊണ്ടുപോകോ. അപ്പൊ എനിക്ക് അന്നേരം ഒന്നും മനസ്സിലായില്ല. അബ്രാഹാമിനെ വിളിച്ച് വേർതിരിച്ച ദൈവം ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുവാനാണ് അബ്രാഹാമിനോട് ദൈവം പറഞ്ഞത്. എന്നാൽ അതുപോലെ തന്നെ ആ ഡ്രം അടിക്കുന്നിടത്ത്, അപ്പൊ ആ സ്ഥലം എനിക്ക്
എനിക്കറിയത്തില്ല. ഡ്രം അടിക്കുന്ന കേൾക്കാമായിരുന്നു. അന്നേരം ഞാൻ രാവിലെ ആരോടും ചോദിച്ചൊന്നുമില്ല. മൂത്ത മകളെ അമ്മയുടെ അടുത്ത് ഒരുക്കി നിർത്തിയിട്ട് ഞാൻ കുഞ്ഞിനെ ഒരുക്കി കൊണ്ടുപോയി അവിടെ പോയിട്ട് ഡ്രം അടിക്കുന്നിടം ഒന്നും കാണുന്നില്ല. എന്നാല് രണ്ടുമൂന്ന് അമ്മച്ചിമാരെയൊക്കെ കണ്ട് എന്നോട് ചോദിച്ച് എന്നാ വന്നേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനാ വന്നേന്ന് പറഞ്ഞു. അത് ഒരു ഒരു ബന്ധക്കോസ് സഭയായിരുന്നു, അപ്പോസ്തലിക്കൽ ബന്ധക്കോസ് സഭ. അവിടെ കൊണ്ടുപോയി പാസ്റ്റർ എല്ലാവരും കൂടി കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച സമയത്ത് അന്നൊരു ആശ്വാസം കൊച്ചിനുണ്ടായി. കഴിഞ്ഞപ്പോ എനിക്ക് ഒരു മനസ്സിനൊരു ആശ്വാസം ഉണ്ടായി. വചനം എന്താണെന്നോ പ്രാർത്ഥന എന്താണെന്നോ ഒന്നും അറിയത്തില്ല. എന്നാല് ഞാൻ പിന്നെ കത്തോലിക്ക സഭയിൽ പോയിട്ടില്ല. എന്നും കൊച്ചിനെയും കൊണ്ട് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും. അങ്ങനെ കുഞ്ഞിന് സുഖമായി. അത് കഴിഞ്ഞിട്ട് ഒത്തിരി പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ ചേട്ടന്റെ ജീവിതത്തിൽ വന്നു. വയനാട്ടിൽ നിന്ന് വന്ന് അത് കഴിഞ്ഞ് ചേട്ടൻ തൂങ്ങി മദ്യം കുടിച്ച് വഴക്കുണ്ടാക്കി ഞങ്ങളെ ഭവനത്തിൽ നിന്ന് മാറ്റി ഇട്ട് തൂങ്ങുവാനിടയായി. അവിടെ നിന്ന് ഞാന് ദൈവം എനിക്കൊരു ശക്തിയും കൃപയും ബലവും തന്നത് കാരണം ഞാൻ പാതകത്തിൽ കയറി കണ്ടിച്ചിട്ട് കഴുത്ത് മുറിച്ച് ഇത് കണ്ടിച്ചു. ദൈവം എത്ര വലിയവനെന്ന് എനിക്ക് രുചിച്ചറിയാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയാ. ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാല് നാട്ടിലെ അപ്പനും അമ്മയും സഹോദരങ്ങളും നമ്മളെ ഞാനും എന്റെ സഹോദരങ്ങളും കൂടി കൊന്നേ പറയുള്ളൂ. അപ്പൊ അവിടെ നിന്നെല്ലാം ദൈവം, വലിയവനായ ദൈവം എന്ന് പറഞ്ഞാൽ കഷ്ടതയിൽ ഉദ്ധാരണം അയക്കുന്ന ദൈവം, കഷ്ടകാലത്ത് അടുത്ത തുണയായ ദൈവമാണ്. ഒരിക്കലും കൈവിടാത്ത ദൈവം. അവിടെ നിന്ന് ദൈവം വിടുവിച്ച് വിറ്റന്ന് രാവിലെ നാട്ടിന് പോകുവാനിടയായി. അത് കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞ് ഞങ്ങളെയും വിളിച്ച് അവിടെ ചെന്ന് അവിടെയും കുടിയും കഴിഞ്ഞ് അവരെ കിടന്ന് വഴക്കുണ്ടാക്കി അവിടെ വെച്ചാണ് ചേട്ടൻ മരിക്കുന്നത്. അവിടെ ഞങ്ങൾ 6 മാസം അവിടെ നിന്നിട്ട് അവിടെ വലിയ കഷ്ടതയും നിന്നയും പ്രയാസവും എല്ലാം ഉണ്ടായി. അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് വീണ്ടും കട്ടപ്പനയും ഞാനും എന്റെ കുഞ്ഞുങ്ങളുമായിട്ട് വരുവാനിടയായി. അതിനു മുമ്പ് ദൈവം ഒരു വലിയ പ്രവൃത്തി ചെയ്ത് എന്റെ മകന് 3 വയസ്സുള്ളപ്പം വയറ്റിൽ നിന്ന് ഈ മൂലക്കുരുവിന്റെ അസുഖം വന്നിട്ട് അത് ഇറങ്ങി വരുവാനിടയായി. അത് ഒത്തിരി ആശുപത്രിയിലെല്ലാം കൊണ്ടുപോയി. അങ്ങനെ ഒരു ചെറിയൊരു ആശുപത്രി കൊണ്ടുപോയപ്പോ അവിടെ പറ്റിയല്ല. ഞങ്ങളുടെ കട്ടപ്പനയിൽ വലിയ ആശുപത്രി എന്ന് പറഞ്ഞാൽ മിഷൻ ആശുപത്രി. അവിടെ കൊണ്ടുപോയി ഒരു ഞായറാഴ്ചയായിരുന്നു. അവിടെ ഒരു അസിസ്റ്റന്റ് സർജനെ ഉണ്ടായിരുന്നുള്ളൂ. ആ സർജൻ കൊച്ചിനെ മയക്കിയിട്ട് ഇത് അകത്ത് കയറ്റി പ്ലാസ്റ്റർ ഇട്ട് ഒട്ടിച്ചു വെച്ച്. അപ്പം സർജറി വാർഡിലാണ് കൊച്ചിനെ അഡ്മിറ്റ് ആക്കിയത്. അത് കഴിഞ്ഞിട്ട് 7 ദിവസമായിട്ടും സർജൻ ഇത് കാണുന്നില്ല. അപ്പൊ സർജൻ വരുമ്പോ പറയുന്നത് ഒരു പ്രായമൊക്കെ ആയിട്ട് ഓപ്പറേഷൻ ചെയ്യാമെന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് വിഷമം. അപ്പം ഏതായാലും ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തി എന്ന് പറയാൻ 7ാമത്തെ ദിവസം ഇവന്റെ ഉച്ച കഴിഞ്ഞ് വയറ്റിൽ നിന്ന് പോയപ്പോ ഇത് ഇറങ്ങി വന്ന് നഴ്സ് റൂമിൽ കൊണ്ടുപോയി. സിസ്റ്റർമാർക്കൊന്നും പറ്റുന്നില്ല. പിന്നെ ഡോക്ടറെ വിളിച്ചു വരുത്തി. ഡോക്ടർ വന്ന് നോക്കിയപ്പോ പറഞ്ഞത് 1 ദിവസം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, നാളെ തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അപ്പൊ അഡ്മിറ്റ് ആക്കി 8ാമത്തെ ദിവസം കൊച്ചിന് 10 മണിക്കും ഉച്ചയ്ക്കും വൈകിട്ടുമുള്ള ഭക്ഷണം അച്ഛൻ തരുമായിരുന്നു. അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ട് കൊച്ചിനെ വ്യാഴാഴ്ച ഓപ്പറേഷൻ ചെയ്ത് 12ാമത്തെ ദിവസം പെസഹായായിരുന്നു. അന്ന് അച്ഛൻ വന്നില്ല. അച്ഛൻ വരുവാണെങ്കിൽ ഞങ്ങൾ പകുതി മരുന്നിന് ഫ്രീ എടുത്തരും ചെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ അച്ഛൻ അന്ന് വന്നില്ല. 4 മണിവരെ ഡിസ്ചാർജ് ചെയ്ത് 4 മണിവരെ ഞാനും എന്റെ 2 കുഞ്ഞുങ്ങളും അവിടെ വളരെ ഭാരത്തോടെ ഇരുന്നു. അപ്പൊ ചേട്ടൻ വന്ന് 20 രൂപയും തന്നിട്ട് ഞാൻ കൊച്ചിനെ ഡിസ്ചാർജ് ചെയ്യാനുള്ള പൈസയും ഉണ്ടാക്കി കൊണ്ടുവരാന്ന് പറഞ്ഞ് വന്നില്ല. ആരും വന്നില്ല, സഹോദരങ്ങൾ ആരും വന്നില്ല. ഞാൻ എന്റെ കുഞ്ഞുങ്ങളവിടെ ഉണ്ടായിരുന്നു. 4 മണിവരെ ഞാന് അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി. അവരുടെ മുഖം പോലെ ലജ്ജിച്ചു പോയില്ല. കർത്താവിന്റെ വചനം പറയുന്നത് പോലെ ലജ്ജയില്ലാത്ത മുഖത്തോടു കൂടി എന്റെ സഹോദരങ്ങളുടെ മധ്യേ, എന്റെ ദേശക്കാരുടെ മധ്യേ ദൈവം എന്നെ അത്ഭുതം പ്രവർത്തിച്ച് അച്ഛൻ വന്നു. 4 മണിയായപ്പോ അച്ഛൻ വന്ന്, അച്ഛൻ ഞങ്ങൾക്ക് പകുതി ഫ്രീ എന്ന് പറഞ്ഞ് ചീട്ടെഴുതി തന്ന് അതുകൊണ്ടൊന്ന് കൊടുത്തപ്പം പറഞ്ഞത് പകുതി പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞു. എന്റെ പൈസ ഇല്ല, കൊച്ചിന് തിരിച്ചു പോകാനുള്ള പിന്നീടുള്ള മരുന്നിനുള്ള പൈസ മാത്രമേ എന്റെ കയ്യിലുള്ളൂ. വീണ്ടും ഞാൻ തിരിച്ചു പോയി. അപ്പൊ പറഞ്ഞു കൊച്ചിനെ കൊണ്ടു ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പൊ അവനൊരു മെയിൻ ഓപ്പറേഷനാണ് ചെയ്തത്. ആ കൊച്ചിനെ എടുത്ത് ഞാൻ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി. അന്നേരം അച്ഛൻ ഫ്രീ ആയിട്ട് എഴുതി തന്ന് അവിടെ നിന്ന് ഞാൻ മരുന്ന് വാങ്ങിച്ച് വൈകിട്ട് 5:30 ആയി. എനിക്ക് ഇപ്പോൾ 2 കുഞ്ഞുങ്ങളുണ്ട്. ബസ്സില്ല, വണ്ടിയില്ല. കട്ടപ്പന ചെന്നാലേ എനിക്കൊരു ജീപ്പ് കിട്ടുള്ളൂ. അങ്ങനെ വേറൊരു അമ്മച്ചി എന്നെ ഞങ്ങൾ കട്ടപ്പന ചെന്ന് വീട്ടിൽ വെള്ളയാംകുടി ചെന്ന് ഇറങ്ങിയപ്പോ എന്റെ സഹോദരങ്ങൾക്കെല്ലാം അത്ഭുതം.
ഞാൻ എങ്ങനെ ഇറങ്ങി വന്ന്? എല്ലാവരും ഓർത്ത് ഞാൻ അവിടെ കിടക്കുന്നു. എന്നിട്ട് ചേട്ടൻ കുടിച്ച് പൂസായി, എന്റെ കൊച്ചിനെ ഇറക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞ് മരിക്കാൻ പോകും ജീപ്പിനകത്ത് കയറിയിരിക്കുക. അവിടെയും ദൈവം എന്നെ അത്ഭുതമായി രക്ഷിച്ചു. രക്ഷയാൻ ദൈവം നാൾതോറും നമ്മളെ വിടുവിക്കുന്ന ദൈവം അവിടെയും രുചിച്ചറിയുവാനിടയായി. നമ്മൾ എനിക്ക് കിട്ടുന്ന ബൈബിളൊന്നും ഇല്ലായിരുന്നു. പുസ്തകങ്ങളെല്ലാം കുടിച്ചിട്ട് വന്ന് കത്തിച്ച് കളയും. അങ്ങനെ വളരെ വിഷമത്തോടെ അങ്ങനെ നാട്ടിന് പോയി അവിടെ ചേട്ടൻ മരിക്കുവാനിടയായി. അവിടെ 6 മാസം കഴിഞ്ഞ് അവിടെ ഒത്തിരി കഷ്ടത അനുഭവിച്ച്, ഒത്തിരി കഷ്ടത എന്ന് പറഞ്ഞ അമ്മായിയമ്മയുടെ ഇടയിലുള്ള അവസ്ഥ, ഭർത്താവില്ലാത്ത അവസ്ഥ അറിയാമല്ലോ. നിന്ന തന്നെയായിരുന്നു. തിരിയാൻ പറ്റൂല, പിരിയാൻ പറ്റില്ല, അങ്ങനെ നിന്ന തന്നെ. കുളിക്കാൻ അവകാശമില്ല. അങ്ങനെ ഞാൻ അവിടെ ഒരു ജോലിക്ക് വേണ്ടി കപ്പലണ്ടി ഓഫീസിൽ ജോലിക്ക്, ആ ജോലി അറിയത്തില്ല. എല്ലാവരും 400 രൂപയ്ക്കൊക്കെ ചെയ്യുമ്പോൾ 35 രൂപ 40 രൂപ ആഴ്ചയെ ചെയ്യും. കൊച്ചിന് വീണ്ടും അസുഖം. ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് എന്റെ ചേച്ചി, ആങ്ങളെയും നാത്തൂനും അവിടെ ദൈവം കൊണ്ടുവന്നതാണ്. അന്നങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഒരു പണി അറിയത്തില്ല, പറമ്പിലെ പണിയൊന്നും അറിയത്തില്ല, ഒന്നും ഏലം കണ്ടിട്ടില്ല. അങ്ങനെ ഇപ്പോഴാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും വീടുകളിൽ എന്റെ ഏലം ഉണ്ട്. അന്ന് അങ്ങനെയില്ല. പുളിയമ്മല, കടുമാക്കുടി എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലെ പണിയുള്ളൂ. അങ്ങനെ ഒരു സഹോദരി എന്നെ കൊണ്ടുപോയി പണിത്. അവിടെയും പണി നല്ല അറിയത്തില്ല, വഴക്ക് കേൾക്ക് എല്ലാം ചെയ്ത് അങ്ങനെ ഒത്തിരി കഷ്ടതയിൽ കൂടി മുമ്പോട്ട് പോയി. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ഒരു നിവൃത്തിയില്ല, നല്ല ഭക്ഷണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ ഞാൻ അറിഞ്ഞ സത്യത്തിൽ തന്നെ നിൽക്കുവാനിടയായി. യോബിനെ പോലെ വളരെ കഷ്ടതയും ദുഃഖവും ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും മുമ്പോട്ട് പോകാൻ കഴിയാതെ ഫറവോൻ സൈന്യം പിൻപറ്റിയെങ്കിലും എന്നെ ദൈവം അവിടെ എല്ലാം ബലത്തോടെ നിർത്തി. ഒന്നും മടുത്തു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, നിന്റെ യഹോവയുടെ മേൽ വെച്ചുകൊടുക്കുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാൾ സമ്മതിക്കില്ലെന്ന വചനം ദൈവം ഓരോ ദിവസങ്ങളിലും യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ എന്നുള്ള വചനമൊക്കെ ദൈവം തരുവാനിടയായി. എന്നാൽ ഇതൊക്കെ എനിക്ക് ഇപ്പോഴാണ് അതിന്റെ എല്ലാം അതിന്റെ പൊരുളുകളൊക്കെ മനസ്സിലാകുന്നത്. അന്നൊന്നും എനിക്ക് വചനം എന്താണെന്നും പ്രാർത്ഥിക്കാനൊന്നും എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. വചനം കേട്ടാൽ മനസ്സിൽ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. മാനസികമായിട്ട് അതുപോലെ തളർന്ന് ജീവിക്കാൻ ഒരു മാർഗമില്ല. ഇവിടെ വന്നിട്ട് കൊയ്യാൻ ഇറങ്ങി, കള പറിക്കാൻ, ഞാറ് പറിക്കാൻ ഇറങ്ങി, ഞാറ് നടാനിറങ്ങി. പിന്നെ മുമ്പോട്ട് പോകാൻ ഈ ഡിസംബർ വരെ ഏലക്കാട്ടിൽ പണിയുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഒരു തൊഴില്, ചൂല് മേട്ടയിൽ ചെന്ന് ചിറ്റീന്ന് വെട്ടി ചൂല് കെട്ടി കട്ടപ്പനയിലും വീടുകളിലൊക്കെ കൊടുക്കുന്ന ഒരു ജോലി ചെയ്താണ് ഞങ്ങൾ മുമ്പോട്ട് പോയത്. വർഷങ്ങള് ആ ഒരു തൊഴിലായിരുന്നു. ആ തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഒത്തിരി മേട്ടയിലാണ് പാമ്പും എല്ലാം ഉള്ള പാമ്പ്. ഞാൻ ചിറ്റീന്ന് വെട്ടി കൊണ്ടുവരുമ്പോ പാമ്പ് എന്റെ മുമ്പിൽ കൂടി ഇങ്ങനെ പോകും. ദൈവം അവിടെ എല്ലാം വായ അടച്ച് പരിപാലിച്ച് ഒത്തിരി പ്രാവശ്യം ചിറ്റീന്ന് വെട്ടി തലയിൽ ചെമിട് താങ്ങിയിൽ വെച്ച് കൊണ്ടുവരുന്ന സമയത്ത് തെന്നി വീണിട്ട് ഇടിച്ച് വീണ് പെടലിയിൽ ഈ മൊത്തത്തിൽ ഇരുന്ന് അങ്ങനെ പെടലി വേദന ഉണ്ടായിരുന്നു. എന്നാലും ദൈവം അതിനൊന്നും ഒരു കാര്യം വരുത്താതെ ദൈവം നിർത്തി. ഒരു പ്രാവശ്യം ഇങ്ങനെ ചിറ്റീന്തിന് പോയ സമയത്ത് എനിക്ക് വീഴുവാനിടയായി. കാലിന്റെ അസ്ഥി പൊട്ടി. 11 മാസം ഇരിക്കുവാനിടയായി. അന്ന് കുഞ്ഞായിരുന്നു. ആ കുഞ്ഞുങ്ങളായെന്നെ നോക്കിയത്. പിന്നെ ആ ഒരു മനുഷ്യനും ഇല്ല. നമുക്ക് ഒറ്റപ്പെട്ട ഒരവസ്ഥയാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ ആരുമില്ല. അങ്ങനെ 11 മാസം ഇരുന്ന് പ്ലാസ്റ്റർ ഇട്ട്, അല്ലാതെ തമിഴ്നാട്ടിൽ പോയി കട്ടപ്പനയിൽ ഒരു വൈദ്യനെ കാണിച്ചൊന്നും കുറവില്ലാതെ എവിടെ പോയാലും നടക്കരുതെന്നാ പറയുന്നത്. നടക്കാതിരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ വീട് ഒരു മലയിലാണ്. വണ്ടിയൊന്നും വന്ന് ഓട്ടോയും കാറും ഒന്നും ഇല്ലാത്ത സമയം. ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികം ഇല്ല. അങ്ങനെ 45-ാമത്തെ ദിവസം ചെന്ന് എക്സ്റേ എടുത്തപ്പം കാലിന്റെ അസ്ഥിക്ക് പൊട്ടലുണ്ട്. അന്ന് എന്നെ മേട്ടേന്ന് വന്ന എന്റെ അനുജത്തി കാരണമാണ്. എന്റെ അനുജത്തി എന്റെ കൂടെ ഉണ്ടായിരുന്നു. അവളാണ് എന്നെ അവിടെ നിന്ന് പിടിച്ച് വീട്ടിൽ വരെ കൊണ്ടുവന്നത്. അവിടെ നിന്ന് ദൈവം വിടുവിച്ച്. അല്ലെങ്കിൽ അന്ന് ആ മേട്ടയിൽ അവിടെ ആരും ഇല്ല, ഫോണില്ല, ഒന്നുമില്ല, ആരും അന്വേഷിക്കാനില്ല. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്ന് പ്ലാസ്റ്റർ ഇട്ട് എനിക്ക് ബാത്റൂമിൽ പോകാനൊന്നും ഞങ്ങളുടെ വീട്ടിൽ ഒരു മാർഗവും ഇല്ല. എനിക്ക് മുറ്റത്തിറങ്ങത്തില്ല. അങ്ങനെ എന്റെ സഹോദരന്റെ വീട്ടില് ഇടയായി പ്ലാസ്റ്റർ ഇട്ടിട്ട് അവിടെ നിന്നെയായിരുന്നു. കത്തോലിക്ക പള്ളിയിൽ ഞാനിങ്ങനെ വിശ്വാസി വന്നു. എല്ലായിടത്തും ഒറ്റപ്പെടല്, വേദന, കുഞ്ഞുങ്ങളെ നോക്കാൻ ആരുമില്ല. അങ്ങനെ വളരെ അനുഭവിച്ച് 2-3 പ്രാവശ്യം പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞ് ആങ്ങളുടെ വീട്ടിൽ തന്നെ ഇടിച്ച് വീഴുവാനിടയായി. വീണ്ടും വേദനയും, രാത്രി ഉറക്കമില്ല, ഹൃദയത്തിന് ഭാരം. ഇങ്ങനെ മുമ്പോട്ട് പോയി. അവിടുന്ന് 35-ാമത്തെ ദിവസം വീട്ടിൽ കയറിപ്പോയി. ആദ്യത്തേലും കൂടുതൽ വേദനയോടുകൂടിയാണ് ഞാൻ വീട്ടിൽ കടന്നു പോകുന്നത്. നീരും വേദനയും. അവിടെ എന്റെ കുഞ്ഞുങ്ങൾ എന്നെ നോക്കുവാനിടയായി. അവര് എന്റെ മോനെ ഒരു 10 വയസ്സ് കാണും. അവന് ഐസ് കച്ചവടം
കച്ചവടം ചെയ്ത് സ്കൂളിൽ പഠിത്തമില്ലാത്ത ദിവസം ഐസ് കച്ചവടത്തിന് പോകും. ഞാൻ അവിടെ മോളും രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ചിറ്റ് ചെയ്ത് വെട്ടാൻ എന്റെ അവിടെ നിന്ന് പോകുന്ന എല്ലാവരുടെയും കൂടി പോകും. വെട്ടിയിട്ടിട്ട് വന്നാണ് കുഞ്ഞ് സ്കൂളിൽ പോയോണ്ടിരുന്നത്. അപ്പൊ ഉണക്കി എന്റെ കയ്യിൽ കൊണ്ടുവരുമ്പോ ഞാൻ അവിടെ കാലം നീട്ടിയിട്ടിരുന്നത് കെട്ടി കുഞ്ഞുങ്ങളുടെ കൊടുത്തു വിടും. അവർ കൊണ്ടുവന്ന് വിറ്റ് അങ്ങനെ കുഞ്ഞുങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടു. എന്റെ കുഞ്ഞിന് 1ാം ക്ലാസ്സിൽ ചേർത്ത്. 1ാം ക്ലാസ് നല്ല മാർക്കുണ്ടായിരുന്നു. മൂത്തകളെ കൊച്ച് അവനെ പഠിപ്പിക്കാൻ മാർക്കമില്ലാതെ ഞങ്ങളോട് ഒരു ഹോസ്റ്റലിൽ കൊണ്ടുവിടാൻ പറഞ്ഞ ഏലപ്പാറയിൽ. അവിടെ കൊണ്ടുവന്ന് വിട്ടു കഴിഞ്ഞപ്പം 11 മാസം വീട്ടിലിരുന്ന് മരുന്നിലോ വൈദ്യത്തിലോ ഒന്നും എനിക്ക് കുറഞ്ഞ പ്രാർത്ഥനയിൽ ഒരു പൂർണ്ണമായിട്ട് വിടുതൽ എടുക്കുവാൻ സാധിച്ചത്. എന്നാൽ അവിടെ ദൈവം എന്നെ അത്ഭുതകരമായി വിടുവിച്ച് അങ്ങനെ വീണ്ടും ഞാൻ ചിറ്റീന്ത് വെട്ടാനും പശുവിനെ വാങ്ങിച്ച് വളർത്തി അങ്ങനെ എല്ലാം ഞങ്ങൾ ഉപജീവന മാർഗം. കുഞ്ഞുങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട്. 2 കുഞ്ഞുങ്ങളും പട്ടിണി നടന്നും നല്ല ഭക്ഷണം ഇല്ലാതെയും ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട ഒരു കുടുംബമാണ്. എന്നാൽ 10ാം ക്ലാസ് കഴിഞ്ഞ കുഞ്ഞ് ഞാൻ ചുരുക്കി പറയുകയാണ്. കൊച്ചിന് മോള് 10ാം ക്ലാസ് കഴിഞ്ഞു. കോളേജിൽ പോയി 2 വർഷം അവിടെ പഠിച്ച് 2 വർഷം പൂർത്തീകരിച്ചില്ല. അന്നേരം ഒരു കല്യാണം എന്ന് പറഞ്ഞ കല്യാണം വന്നിട്ട് അവളെ വേറെ കെട്ടിക്കാൻ പറ്റിയതെന്നുള്ള ഒരു ഇതിലായി. അങ്ങനെ അവളെന്നോട് പറഞ്ഞു, 1 വർഷം കഴിഞ്ഞ് വന്നപ്പോ എന്നോട് പറഞ്ഞു, ഒരു ദൈവദാസനെ കൊണ്ട് കെട്ടിക്കാനെന്ന്. എങ്ങനെയാണെന്ന് അറിയത്തില്ല പാസ്റ്ററെ. അവളുടെ ജീവിതത്തിൽ വലിയ കഷ്ടം. കല്യാണം കഴിഞ്ഞു. എന്നാൽ കല്യാണ സമയത്ത് ഞങ്ങളുടെ ഒരു പൈസ ഇല്ലായിരുന്നു. ദൈവം അത്ഭുതകരമായിട്ട് എന്നപ്പോ എന്റെ കൂടി പഠിക്കുന്ന ഒരു ചേച്ചി എന്നോട് പറഞ്ഞ്, മേരി, അപ്പനില്ലാത്ത പിള്ളേർക്ക് അവിടെ ഒരു അപ്പൻ മക്കളില്ലാത്ത ഒരു ധനാഠ്യനായ ഒരു മനുഷ്യൻ കട്ടപ്പനയിലുണ്ട്, അവിടെ പോയി പറഞ്ഞാൽ മതി, എന്തെങ്കിലും സഹായം ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഒരു ദിവസം പോയി. അവിടെ പോയി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ എന്നെ ഒത്തിരി നിന്ദിക്കുവാനിടയായി. അവിടെ നിന്ന് ഞാൻ കരഞ്ഞൊന്നുമില്ല. എന്റെ ഹൃദയത്തിൽ വേദനയോടുകൂടി ഈ ഭൂമി 2ആയിട്ട് മാറിയെങ്കിൽ ഞാൻ അതിനകത്തോട്ട് ഇറങ്ങി പോകാമായിരുന്നെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ അവിടെ നിന്ന് ഞാൻ തിരിച്ചു വരാനിടയായി. എന്നാൽ വിവാഹ സഹായം ഉണ്ടെന്ന് വേറെ ഒരു ദൈവദാസനെ ചെന്ന് സമീപിക്കുവാനിടയായി. അവിടെ എനിക്ക് ഒരു 100 രൂപ പോലും തരുവാനോ ഒരു സഹായം ചെയ്യുവാനോ എന്നെ കഴിഞ്ഞില്ല. എന്നാൽ എന്റെ ദൈവം, മകനായ ദൈവം, കുഞ്ഞിന്റെ കല്യാണം എല്ലാവരെക്കാളും നല്ലതായിട്ട് നടത്തുവാനിടയായി. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ മേട്ടയിൽ കടന്നു പോകാനിടയായി. ഞാനും എൻ്റെ സഹോദരിമാരും ഒക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും ഒത്തിരി അങ്ങ് 10ആം മൈൽ വരെ, ഇടുക്കി 10ആം മൈൽ വരെയുള്ള സ്ഥലങ്ങളിലാണ് ഞങ്ങൾ പോകുന്നത്. 2 ദിവസം പോകും, 2 ദിവസം പോയി വെട്ടി, ഒരു ദിവസം പോയി വെട്ടിയിട്ടിട്ട് 2ാമത്തെ ദിവസം പോയി പിലിഞ്ഞിന് കൊണ്ടുവരും. ഒത്തിരി കഷ്ടപ്പെട്ട് ഞാൻ ദൈവത്തോട് നിലവിളിക്കുമായിരുന്നു. ദൈവമേ, ഈ പാനപാത്രം, കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. എന്റെ ഗീതമല്ല പോലെ ദിവസം നിലവിളിക്കുമായിരുന്നു. അങ്ങനെ അവിടെ എല്ലാ ദൈവം എന്നെ പരിപാലിച്ച് ഒത്തിരി കഷ്ടതയിൽ കൂടി പോയി. എന്നാ മോന് 10ാം ക്ലാസ് കഴിഞ്ഞു അവന് മുമ്പോട്ട് പോകാൻ ഒരു നിവർത്തിയില്ല. പ്ലസ് 2 വരെ പഠിച്ചത് തന്നെ ഒത്തിരി കഷ്ടതയിൽ കൂടിയാണ്. രാവിലെ പത്രം ഇടാൻ പോകും, അത് കഴിഞ്ഞിട്ടാണ് സ്കൂളിൽ പോകുന്നത്. അങ്ങനെ ഒത്തിരി കഷ്ടതയിൽ മുൻപോട്ട് പോയി. പിന്നെ പ്ലസ് 2 കഴിഞ്ഞ് എന്റെ ചേച്ചിയുടെ മോനൊരു സാറിന് ജോലി ചെയ്യുമായിരുന്നു, ഈ കോൺട്രാക്ട് പണി. അപ്പൊ ആ സാറിനോട് പറഞ്ഞ്, എന്റെ അനിയനുണ്ട്, അവനെ വിദേശത്ത് കൊണ്ടുപോകാവോ എന്ന് ചോദിച്ചു. അങ്ങനെ അവനോട് പറഞ്ഞ ഒരു കോഴ്സ് പഠിക്കണം, അതിന് 22,000 രൂപ വേണം. 22 പൈസ പോലും നമ്മുടെ കയ്യിൽ എടുക്കാനില്ല. അങ്ങനെ ആ പഠിത്തത്തിന് വേണ്ടി ഞാനും എൻ്റെ കുഞ്ഞും, അവനൊരു സ്പോൺസർ ഉണ്ടായിരുന്നു വേൾഡ് വിഷന്റെ, അവിടെ പോയി ആ ഓഫീസിൽ പോയി ഞങ്ങൾ ചോദിച്ച് അവിടെ 1 മാസത്തേനുള്ള കോഴ്സിന് പൈസ തരികയില്ല. അപ്പം ഒത്തിരി വാതിൽ മുട്ടി, ഒരു വാതിൽ ഞങ്ങൾക്ക് വേണ്ടി തുറന്നില്ല. അപ്പൊ എൻ്റെ ഒരു സഹോദരൻ പറഞ്ഞു, എന്റെ വീട് സ്ഥലവും വിൽക്കാൻ കിടക്കുന്ന, 1 വർഷം കൊണ്ട് ആൾക്കാർ വരുന്ന വിൽക്കുന്നില്ല, ആ സ്ഥലവും വീടും വിൽക്കുവാണെങ്കിൽ നിനക്ക് പഠിക്കാനുള്ള പൈസ തരാന്ന് പറഞ്ഞു. അങ്ങനെ ആ ആഴ്ചയിൽ തന്നെ വിൽക്കുവാനിടയിൽ അവന് പൈസ കൊടുത്ത് അവൻ പഠിക്കുവാൻ കടന്നുപോയി. പത്തനംതിട്ട മർത്തോമ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് 1 മാസത്തെ കോഴ്സിന് പോയി. 22 ദിവസമായപ്പോൾ പരീക്ഷ കഴിഞ്ഞ് എല്ലാത്തിനും നല്ല മാർക്കുണ്ട്. അവിടെ നിന്ന് ബോംബെയിൽ ഒരു കമ്പനിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എന്നെ വിട്ടു. ആ ബോംബെ കമ്പനിയിൽ നിന്ന് ഈ സർട്ടിഫിക്കറ്റ് 10ാം ക്ലാസ്സിലെയും പ്ലസ് 2വിലെയും അവിടെ പഠിച്ച 4 സർട്ടിഫിക്കറ്റ് അവിടെ വാങ്ങിച്ചു വെച്ച് അവിടെ നിന്ന് ഗുജറാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഈ കമ്പനിയുടെ അവിടെ ഒരു കമ്പനി ഉണ്ടായിരുന്നു, അവനെ അവിടെ ജോലിക്ക് അയച്ച് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 9 മാസം കഴിഞ്ഞ് 1.5 വർഷത്തിന് ബോണ്ട് ചെയ്താ പോയത്. 3,000 രൂപ അവന് കൊടുക്കും.
അന്നേരം അതിൽ നിന്ന് ഒത്തിരി കടം ഇവിടെ ഉണ്ടായിരുന്നു. അവൻ പഠിച്ചത് അവനും വേറൊരു കൂട്ടുകാരനും കൂടി ഒരു ബിസിനസ് ചെയ്തതിന്റെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് അങ്ങനെ ഒത്തിരി കടം ഇവിടെ ഉണ്ടായിരുന്നു. എന്നാല് അവൻ അവിടെ പോയി കിട്ടുന്ന പൈസ ഇങ്ങോട്ട് അയക്കും, ഭക്ഷണം എല്ലാം ക്ഷീണിച്ച് 9 മാസമായപ്പോ പാസ്പോർട്ട് എടുക്കാൻ സാറ് പറഞ്ഞ് അവിടെ നിന്ന് പാസ്പോർട്ട് എടുക്കാൻ ഇവിടെ വന്ന് ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല. ബോംബെയില് ഈ 18,000 രൂപ അടയ്ക്കാതെ സർട്ടിഫിക്കറ്റ് തരികയില്ല. അങ്ങനെ സർട്ടിഫിക്കറ്റ് അവിടെ വെച്ചു. അവനിവിടെ വന്നിട്ട് പാസ്പോർട്ട് എടുക്കാൻ പറ്റുന്നില്ല. തോറ്റ സർട്ടിഫിക്കറ്റ് സ്കൂളിൽ ചെന്നെടുത്തു, പാസ്പോർട്ട് എടുത്ത് കഴിഞ്ഞിട്ട് പോകാൻ ഒരു സർട്ടിഫിക്കറ്റ് എല്ലാം അവിടെ ആയിരുന്നു. എല്ലാ വാതിലും ശത്രു കൊട്ടിയടച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ വീട്ടിൽ വന്ന് നിൽക്കുക. അത് കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞപ്പം വീണ്ടും ആ സാർ പറഞ്ഞു ഒരു ട്രെയിനിങ് ഉണ്ട് ബോംബെ കമ്പനിയിൽ, വേറൊരു കമ്പനിയിൽ. അവിടെ പോയി 3 മാസം ട്രെയിനിങ് കഴിഞ്ഞിട്ട് അവനെ വിടുകയല്ല, അവിടെ നിർത്തി. ഈ പാസ്പോർട്ടും അവിടെയായി. 2 കമ്പനിയിലും പാസ്പോർട്ട് സർട്ടിഫിക്കറ്റുമായി മുമ്പോട്ട് പോകാൻ ഒരു വഴിയില്ല. ശത്രു എല്ലാ വഴിയും കൊട്ടി അടച്ചു. മുമ്പിൽ ഒന്നുമില്ല. മുമ്പിൽ മഴ കാണുന്നില്ല, മേഘം കാണുന്നില്ല. എങ്കിലും നിങ്ങൾ വിശ്വാസത്തോടുകൂടി കുഴികളെ കുത്തുവിൻ, നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്കും മൃഗവാഹനങ്ങൾക്കും കുടിക്കത്തക്കവണ്ണം നിറയ്ക്കാവുന്ന കൽപ്പിച്ച ഒരു ദൈവം. നിലവിളിയുടെ കണ്ണുനീരിന്റെ അനേകം പേരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ സർട്ടിഫിക്കറ്റ് മടക്കി കിട്ടുവാൻ ഇടയായപ്പം പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞ് ഒരു 11,000 രൂപ അടച്ച് അവൻ പോയപ്പോ അവനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഈ പാസ്പോർട്ട് വന്ന് വാങ്ങിച്ചോണ്ട് പോയാൽ മതിയായിരുന്നെന്ന് അവര് 2 കമ്പനിക്കാരും പറഞ്ഞ്. പ്രാർത്ഥന അതുപോലെ നിലവിളി കണ്ണുനീര് ഇങ്ങനെ പല വഴികളും ശത്രു അടച്ച്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചിറ്റീന്തിന് വെട്ടാൻ പോകുമ്പം എന്റെ കാലില് പന്നിയുടെ കുരുങ്ങി. മേളിലോട്ട് നോക്കിയാൽ ആകാശവും ചൂട്, താഴെ നോക്കിയ പാറ, പുല്ല്, മേച്ചിപ്പുല്ല്, ഒരു തണലില്ല, മരുഭൂമി പോലുള്ള അവസ്ഥ. ഞങ്ങളുടെ ദൈവം ഒരു 10-30 വർഷം നടത്തിയത് എങ്ങനെയാണ് ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ നടത്തിയത് പോലെയാണ് എന്നെ നടത്തിയത്, എന്റെ കുഞ്ഞുങ്ങളെ നടത്തിയത്. ഞങ്ങൾക്ക് സഹായിക്കുവാൻ ആരുമില്ല. അങ്ങനെ പോയി അവനെ ഈ പൈസ പിന്നെ സാറിന് വിഷമമായി. പാസ്പോർട്ട് വിസ അടിക്കാനായിട്ട് പാസ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞപ്പം പാസ്പോർട്ട് ബോംബെ ഇല്ല. അങ്ങനെ പിണക്കമായി. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ സാറിന്റെ വീട്ടിൽ പോകേണ്ടി വന്ന്. സജിക്ക് എന്തെങ്കിലും ഒരു വഴി തുറക്കണമെങ്കിൽ ഞാൻ അവരുടെ വീട്ടിൽ പോകണം. അവിടെ അമ്മാമയും കുഞ്ഞും ഒരു അപ്പച്ചനും ഒരു അമ്മച്ചിയും ഉണ്ട്. അവരുടെ കൂട്ടിന് ഞാൻ പോണം. അന്നേരം ഞാൻ അവിടെ പോയി ഓരോ ദിവസവും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, എന്നെ സജിക്ക് ഒരു ദൈവം വഴി തുറക്കണമേ. അങ്ങനെ പറഞ്ഞു. അപ്പൊ ഒരു ദിവസം അവിടുത്തെ അമ്മാമ ഒരു വിശ്വാസം ഉറപ്പിക്കാൻ ഒരു 100 രൂപ അമ്മാമയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ അമ്മാമ പറഞ്ഞു 100 സ്തോത്രം. ഞാൻ പറഞ്ഞു. ആ സ്തോത്രം പറഞ്ഞിട്ട് പുസ്തകം ഇങ്ങനെ തുറന്നു നോക്കിയപ്പോ അതിനകത്ത് 100 രൂപ ഉണ്ടായിരുന്നു ആവശ്യത്തിന്. അപ്പൊ ഞാനിത് എന്റെ മനസ്സിൽ അത് ഗ്രഹിച്ചു. ഞാൻ ഒരു ദിവസം ഒരു ഫെബ്രുവരി മാസത്തെ ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് അന്നത്തെ വാഴ്ത്തത്തെ വചന ഒരു പേപ്പറിലാണ് എനിക്ക് കിട്ടിയത്. അന്നേരം ഞാൻ അവിടെ എഴുതി വെച്ച് 100 സ്തോത്രം ഞാനും പറയാം, സജിക്ക് ഈ മാസം തന്നെ വഴി തുറക്കണം കർത്താവേ എന്ന് പറഞ്ഞ് ഞാൻ 100 സ്തോത്രം പറഞ്ഞിട്ട് വാഴ്ത്തത്തെ വചനത്തിൽ എഴുതി വെച്ച്. അതൊരു ഫെബ്രുവരി 15. 21-ാമത്തെ ദിവസം പത്രത്തില് അവൻ ട്രെയിനിങ്ങിന് പോയ വന്ന് പത്രത്തിൽ ജോലിക്കായിട്ട് ദുബായിൽ. അന്നേരം ഇന്റർവ്യൂ. അപ്പൊ അവിടുത്തെ സാറ് പറഞ്ഞു, സജി ഇങ്ങനെ ഒരു ഇന്റർവ്യൂ വന്ന് സജിക്ക് പോകാൻ പറ്റുമോന്ന്. 21-ാം തീയതി പത്രത്തിൽ കണ്ട് 24-ാം തീയതി ഇന്റർവ്യൂ കഴിഞ്ഞ് പാസ്സായി. അപ്പോഴും 45 നിവർത്തിയില്ല. അപ്പൊ സാറ് പറഞ്ഞ് അവനോട് ഒപ്പിടാൻ പറഞ്ഞു, ഇവിടെ വന്നിട്ട് പൈസ തരാം. അന്നേരം ആ പൈസയൊന്നും കിട്ടിയില്ല. എന്നാല് അവന് പോകാനുള്ള വഴി ദൈവം തുറന്നു. അങ്ങനെ സജി ഒത്തിരി രാജ്യങ്ങളിൽ കടന്നു പോകാനിടയായി. ആദ്യം ദുബായിൽ പോയി. അന്നേരം ശമ്പളം കുറവായിരുന്നു, 14,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നുള്ളൂ. ഭക്ഷണമൊന്നുമില്ല, ഒത്തിരി കഷ്ടതയായിരുന്നു. ഒത്തിരി റോപ്പിലൊക്കെ കയറിയുള്ള വർക്കായിരുന്നു. അതിലെല്ലാം മണ്ടയിൽ കയറിയുള്ള പണിയായിരുന്നു. ഒത്തിരി പൊടിക്കാറ്റും എല്ലാം ഉണ്ടായി. ഒത്തിരി മരണത്തിൽ നിന്നെല്ലാം അവന് വിടുവിച്ചെന്നാല് ദൈവം അത്ഭുതകരമായി നടത്തി. ഇപ്പോൾ അത് ആദ്യത്തെ 2 വർഷം കഴിഞ്ഞ് വന്നപ്പം വീണ്ടും ഞാൻ വീഴുവാനിടയായി. എന്റെ കാലസ്ഥി പൊട്ടി. അവിടെ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ സജി അവിടെ ആയിരുന്നപ്പോ എന്റെ മകളും കുടുംബമായിട്ട് തൊടുപുഴ കരിമണ്ണൂര് താമസിക്കാൻ പോയി. അവിടെ നിന്ന് 3-ാമത്തെ കൊച്ച് പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ വേസ്റ്റ് കൊണ്ടിട്ടിട്ട് ഇറങ്ങി വരുമ്പോ ഒരു കരിമൂർക്കം പാമ്പ് പുറത്ത് കയറി ചവിട്ടുവാനിടയായി. അതിങ്ങനെ ചുറ്റി കിടക്കുമായിരുന്നു.
അത് ആദ്യം ഒന്ന് ചവിട്ടി, അപ്പൊ ഞാൻ ഓർത്ത് വിറകാന്ന് ഓർത്ത്. വീണ്ടും ഒന്നുകൂടി ചവിട്ടി. ദൈവം ദാനിയേലിനെ സിംഹക്കുട്ടിലിട്ടപ്പോ സിംഹത്തിന്റെ വായടച്ചതുപോലെ ആ സർപ്പത്തിന്റെ വായ അടയ്ക്കുവാനിടയായി. അത് കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞപ്പം വേറൊരു പാമ്പ്, ഒരു മഞ്ഞ കളറിലെ ഒരു പാമ്പ്, അതിങ്ങനെ കാട്ടിനകത്തൊന്നുമല്ല, ചുമ്മാതെ പോകുന്ന വഴിക്ക് ഞാനും എന്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഇടനേര് എടുക്കാനായിട്ട് പോകുമ്പോ അതിൽ കയറി ചവിട്ടി. അവിടെയും എന്നെ പിടിച്ചു, അവിടെയും പിടിക്കുവാനിടയായി. എന്നാല് ദൈവം എല്ലാ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് യഹോവയ്ക്കുള്ളതാണ്. അവിടെ എന്നെ വിടുവിച്ചു. അത് അങ്ങനെ ദൈവം ഓരോ വഴിയിൽ കൂടി എന്നെ നടത്തി. ദൈവം അത്ഭുതകരമായി നടത്തി. എന്റെ അപ്പൻ മരിച്ചു പോയി, എന്റെ ഭർത്താവ് മരിച്ചു, എന്റെ അമ്മ ഈ കൊറോണ സമയത്താണ് എന്റെ അമ്മ മരിച്ചത്. ഞാന് രക്ഷിക്കപ്പെട്ടതിന് ശേഷം എന്റെ അനുജത്തിയും കുടുംബത്തെയും രക്ഷയിലേക്ക് കൊണ്ടുവന്ന്, എന്റെ ചേട്ടന്റെ ഒരു അളിയനെയും സഹോദരിയെയും രക്ഷയിലേക്ക് കൊണ്ടുവന്ന്, എന്റെ ചേച്ചിയും കുടുംബവും രക്ഷയിലേക്ക് വന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഈ നരിയമ്പാറ ദേശത്ത് ഒരു സഹോദരനെയും സഹോദരിയെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന്, കരിമണ്ണൂരിൽ എന്റെ കുഞ്ഞിന്റെ ഭവനത്തിലായിരുന്നപ്പോ ഒരു മുസ്ലിം കുഞ്ഞിനെ ദൈവസന്നിധി കൊണ്ടുവന്ന്. അവളിപ്പം നല്ല ദൈവവേലയിൽ നല്ല അനുഗ്രഹത്തോടെ നിൽക്കുന്നു. എനിക്കിത് വലിയ എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാഗൽഭ്യമുള്ളത് ഇത് മാത്രമാണ്. ദൈവം എന്നെ ഓരോ വഴിയിൽ കൂടി അത്ഭുതകരമായി നടത്തി. എനിക്ക് ഒരു വഴിയിൽ കൂടി എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത, ഞാൻ മനസ്സാക്ഷി അറിയാത്ത കാര്യങ്ങളെ അങ്ങനെ ഒത്തിരി നിന്നയും അപമാനം സഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാല് എന്റെ നേരെ മൂത്ത ആങ്ങള മരിച്ചവനെ അറ്റാക്ക് ആയിരുന്നു. അവനെ ഇവിടെ പാമ്പാടിയിൽ ധ്യാനം കൂടാൻ പോയ വഴിക്ക് ഏലപ്പാറ വെച്ചാണ് അവനെ അറ്റാക്ക് വന്ന് അവൻ മരിക്കുന്നത്. എന്റെ 9ാമത്തെ ആങ്ങള ക്യാൻസർ വന്ന് അവനും മരിച്ചു. അതൊരു വലിയ വേദനയാണ് എനിക്ക്. അത് കഴിഞ്ഞിട്ട് എന്റെ ഇളയ നാത്തൂൻ ക്യാൻസർ വന്ന് മാരകമായ രോഗം, ഈ കരളിലും ഹാർട്ടിലും ശ്വാസകോശ അവിടെ ക്യാൻസർ വന്ന് എന്റെ ഇളയ നാത്തൂന്. അന്ന് അവിടുന്ന് രക്ഷയിലേക്ക് വന്ന് ഒത്തിരി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ ഒരു മരുന്ന് പോലും കൊടുക്കാതെ മരിച്ചു പോകുമെന്ന് തിരിച്ചു വിട്ടതാണ്. ഇന്ന് പ്രാർത്ഥനയിൽ നല്ല ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ നാത്തൂനും വേറൊരു സഹോദരിയും 35 വർഷത്തോളമായി ദൈവവേലയിൽ ഇരിക്കുന്നത്. ദൈവമാണ് ഓപ്പറേറ്റ് ചെയ്ത് അത് വിടുവിച്ചത്. അത് ഡോക്ടറോ വൈദ്യനോ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലത്. എന്നാൽ യഹോവയിൽ ആശ്രയിച്ചപ്പോൾ അവരെ വിടുവിച്ച്. എന്റെ മൂത്ത ചേച്ചി രക്ഷയിലേക്ക് വന്ന ചേച്ചിക്ക് ക്യാൻസർ ആയിരുന്നു. ഇപ്പൊ 2-3 വർഷമായി ക്യാൻസർ. ബ്രസ്റ്റില് 4ാം സ്റ്റേജ് കഴിഞ്ഞ് 6 മാസമാണ് ഡോക്ടർമാര് തിരുവനന്തപുരം RCC പറഞ്ഞത്. ഇപ്പോൾ 2.5 വർഷം കഴിഞ്ഞു. പ്രാർത്ഥനയില് ബ്രസ്റ്റ് പഴുത്തു, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയല്ല. 8 കീമോയ്ക്ക് കുറിച്ച് 6 കീമോ ചെയ്ത്. എന്റെ നാത്തൂന് 28 റേഡിയേഷന് കുറിച്ച് 26 റേഡിയേഷൻ ചെയ്തു. അവിടെ എല്ലാം എന്റെ കർത്താവായ യേശു ജീവിക്കുന്ന ദൈവമെന്ന് ദേശം അറിയുമാറ് അവരെ വിടുവിച്ച് എന്റെ ചേച്ചി ഇന്നും ജീവനോടെ ഇരിക്കുന്നു. ഞങ്ങളുടെ ദേശത്ത് 3 പേര് ക്യാൻസർ രോഗം വന്ന് 3 പേര് മരിച്ചു. ഈ ചേച്ചിക്ക് വന്നു കഴിഞ്ഞാണ് ഈ ക്യാൻസർ വന്ന്. എന്നാൽ ദൈവത്തെ ആരാധിക്കുന്നവരും ആരാധിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം, പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം ആ ദേശത്തെ ജനം മനസ്സിലാക്കത്തവണ്ണം ചേച്ചിയെ ദൈവം വിടുവിച്ച്. ഇപ്പോൾ പഴുത്തിങ്ങനെ ഒഴുകുമായിരുന്നു. ഓപ്പറേഷൻ ചെയ്ത് ഇപ്പൊ മാറ്റമുണ്ട്, ഒത്തിരി മാറ്റമുണ്ട്. അപ്പോഴും ഞാൻ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് അപ്പനില്ല, അമ്മയില്ല, ഭർത്താവില്ല, 2 സഹോദരങ്ങൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. എന്റെ ചേച്ചിയെ ദൈവം ജീവനോടെ തരണമെന്നും എല്ലാവരും ഒത്തിരി പേരുടെ പ്രാർത്ഥനയുടെ മുഖാന്തരം ചേച്ചി ഇങ്ങനെ ജീവനോടെ ഇരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. മുടിയെല്ലാം പോയി, എന്നാലും മുടി ഉണ്ടായി വരുന്നു. എന്നാലും എന്റെ മോനെ ദൈവം ഒത്തിരി രാജ്യങ്ങളിൽ അയക്കുവാനിടയായി. ഞങ്ങൾ അന്ന് ഒരു കോറ ഷീറ്റിട്ട വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ കാറ്റടിക്കുമ്പോ ഞാനും എന്റെ കുഞ്ഞുങ്ങളും കെട്ടിപ്പിടിച്ച് ദൈവത്തോട് യേശുവേ യേശുവേ എന്ന് നിലവിളിക്കും. കാറ്റ് മാറിപ്പോകുന്ന അവസ്ഥ. എന്നാൽ ഇന്ന് ഞങ്ങൾ കാറ്റ് വന്നാൽ പോലും അറിയാത്ത ദൈവം ഒരു മനോഹരമായ ഒരു വീട് ദൈവം ഒരുക്കി തന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കൊരു മുരിക്കിന്റെ കട്ടിൽ തരണമേ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. ആ ഷീറ്റിട്ട വീട് മാറ്റിയിട്ട് എനിക്കൊരു കുഞ്ഞു ഓട്ട വീട് തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച്, ദൈവം എനിക്ക് അതുപോലെ ഞാൻ എന്ത് ദൈവത്തോട് ചോദിച്ചോ ആ ഒരു ഓട്ട വീട് തന്ന്, അതിന് ആരെങ്കിലും പ്രാർത്ഥിക്കാൻ ആള് വന്നാല് ഇരിക്കാൻ ഇടയില്ലല്ലോ എന്ന് പറഞ്ഞ് വേറൊരു വീട് തന്ന്. അത്
കഴിഞ്ഞിട്ട് വേറൊരു വീട് തന്നു. അത് എന്റെ മകൾക്ക് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ ദേശത്ത് വന്ന് ഇവിടെ മനോഹരമായ ഒരു വീട്, പ്രാർത്ഥനാ സൗകര്യമുള്ള ഇഷ്ടംപോലെ ഫർണിച്ചർ, ഇഷ്ടംപോലെ മുറി, ആര് വന്നാലും എത്ര പേര് വന്നാലും കിടക്കാൻ പറ്റിയ ദൈവം, ഞാനൊരു മുരുക്കിന്റെ കട്ടില് ചോദിച്ച സ്ഥാനത്ത് ദൈവം ഞാനിപ്പോ കിടക്കുന്ന കട്ടിൽ ഒരു വലിയ 4-5 പേർക്ക് കിടക്കാനുള്ള ഒരു കട്ടിൽ, ഒരു മെത്ത. എന്റെ നാട്ടിലെ എന്റെ സഹോദരങ്ങൾക്കോ സഹോദര മക്കൾക്കോ കടന്നു പോകാൻ പറ്റാത്ത രാജ്യങ്ങളിലെല്ലാം എന്റെ മകനെ ദൈവം അയച്ചു. ദൈവം ഞങ്ങൾക്ക് ഒത്തിരി വലിയ സമയമൊന്നുമില്ലെങ്കിലും ദൈവം എല്ലാവരുടെ മുമ്പിൽ ജോസഫിനെ പൊട്ടക്കിണറ്റിലിട്ടു. അവിടുത്തെ സഹോദരന്മാരാ പൊട്ടക്കിണറ്റിലിട്ടു. അവിടെ നിന്ന് വിൽക്കുവാനിടയായി. അടിമ കച്ചവട ഒന്നുമില്ലാതെ അവിടെ ചെയ്യാത്ത തെറ്റിന് പോത്തിഫറിന്റെ ഭവനത്തിൽ പോകേണ്ടി വന്നു. ആ അവസ്ഥയെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട അവസ്ഥയുണ്ടായി. മുമ്പോട്ട് പോകുവാൻ ഒരു വഴിയും ഇല്ലാതെ ഭാരപ്പെട്ട സമയത്തെല്ലാം ദൈവം ഞങ്ങളെ ഇത്രത്തോളം വിടുവിച്ചു. അതുപോലെ തന്നെ ദാവീദ് കാട്ടിലായിരുന്നു. അതുപോലെ ഞാൻ വർഷങ്ങള് ചിറ്റീന്ന് വെട്ടി കാട്ടിലായിരുന്നു, പുല്ല് ചെത്തി ഞാൻ കാട്ടിലായിരുന്നു. ദാവീദ് നിന്ദിച്ചതുപോലെ സഹോദരങ്ങൾ എന്നെയും നിന്ദിക്കുവാനിടയായി. ഇങ്ങനെ ചന്തയിട്ടിടിക്കാൻ പോകുന്നു, ഹല്ലേലൂയ പറയുന്നു, പ്രാർത്ഥിക്കുന്നു എല്ലാം പറഞ്ഞ് ഞങ്ങളെ ഒത്തിരി നിന്ദിക്കുവാനിടയായി. അവിടെ എല്ലാം ദൈവം അവരുടെ മധ്യ എന്നെ ഇത്രത്തോളം എന്റെയും കുഞ്ഞുങ്ങളെ ഉയർത്തി മാനിച്ച് ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി ദൈവം ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ചൊവ്വാഴ്ച ദിവസം ഒരു ചൊവ്വാഴ്ച പ്രാർത്ഥനയുണ്ട്. അത് കഴിഞ്ഞ ഡിസംബർ 4-ാം തീയതി ആരംഭിക്കുവാനിടയായി. അത് ഇങ്ങനെ മുമ്പോട്ട് നല്ല എല്ലാ ആഴ്ചയിലും നടക്കുന്നു. ഞങ്ങൾക്ക് ട്രഷർ കണ്ടേഴ്സ് എന്ന ഒരു ആത്മീയ കൂട്ടായ്മയുണ്ട്. അതില് ഞങ്ങളുടെ ആക്റ്റീവായിട്ടുണ്ട്. നല്ല അനുഗ്രഹമായിട്ട് അത് മുന്നോട്ട് പോകുന്നു. സ്തോത്രം. മേരി സരോജ ആൻറ്റിക്ക് അവിടെ നെറ്റ്വർക്ക് വേണ്ടതുപോലെ കിട്ടാത്തത് കൊണ്ട് തുടർമാനമായി സംസാരിക്കാൻ കഴിയാതെ പോകുന്നു. സാക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുവാൻ കഴിഞ്ഞിട്ടില്ല. പ്രേക്ഷകർ സദയം മനസ്സിലാക്കി വാത്സല്യ മാതാവിനെയും കുഞ്ഞുങ്ങളെയും കൊച്ചുമക്കളെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിന്, ദൈവനാമം അവരോട് മഹിമപ്പെടേണ്ടതിന്, കർത്താവിന് വേണ്ടി സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കേണ്ടതിന് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നാമത്തെ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. അരോമ TV-യിലൂടെ കർത്താവിൻ്റെ ദാസി പ്രിയ മേരി സരോജമാൻ്റെ തൻ്റെ ജീവിതാനുഭവങ്ങൾ, കഷ്ടതയുടെ അനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാനിടയായി തീർന്നു. എന്നാൽ അവിടെ കാലാവസ്ഥയും നെറ്റ്വർക്കും വേണ്ടതുപോലെ അനുകൂലമല്ലാത്തൊരു സാഹചര്യമായതുകൊണ്ട് ആ സാക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുവാൻ കഴിഞ്ഞില്ല. കർത്താവിൻ്റെ ദാസിയെയും കുടുംബത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നയോളം അറിഞ്ഞ സത്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുവാൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. കേൾക്കുന്ന ഓരോ പ്രേക്ഷകരെയും തൃക്കരങ്ങളെ ഫലമേൽപ്പിക്കുന്നു. ദൈവം അവരെല്ലാം അനുഗ്രഹിച്ച് ആമേനാദരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല മഹത്വൻ്റെ കർത്താവിന് തരും യേശുക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണം സ്വർഗീയ പിതാവേ. കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സാക്ഷ്യം മറ്റുള്ള പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ആമേനെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക് പ്രത്യേക പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിൽ സംബന്ധിപ്പാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടൂ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചന ചിന്തകളുമായി വീണ്ടും കൂടി കണ്ടുവരും. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.